സ്ക്രീൻ കാണുന്നുണ്ടോ? എൻ്റെ സ്ക്രീൻ വിസിബിൾ ആണോ? വിസിബിൾ ആണ്, വിസിബിൾ ആണ്. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്ന ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് നമുക്ക് ന്യൂറോളജിയിൽ തന്നെ നമുക്ക് പാർക്കിൻസൺസ് ഡിസീസ് പഠിക്കാം കേട്ടോ. പാർക്കിൻസൺസ് ഡിസീസ്. ഈ പാർക്കിൻസൺസ് ഡിസീസ് ഉള്ള പേഷ്യൻസിനെ നമ്മൾ എല്ലാവരും ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും. പാർക്കിൻസൺസ് ഡിസീസ് ഉള്ള പേഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻ്റ് ആക്ച്വലി ഇങ്ങനെ ഇരിക്കും. പേഷ്യൻ്റ് കണ്ടു കഴിഞ്ഞാൽ പേഷ്യൻ്റ് എന്തായിരിക്കും? പേഷ്യൻ്റ് ഭയങ്കര റിജിഡ് ആയിരിക്കും. അവർക്ക് എപ്പോഴും ഒരു സ്റ്റൂപ്പിംഗ് ആയിട്ടുള്ള ഒരു പോസ്റ്റർ ആയിരിക്കും. എപ്പോഴും ഒരു അടിയിൽ നോക്കിയിരിക്കുന്ന മാരത്തെ ഒരു പോസ്റ്റർ ആയിരിക്കും. പിന്നെ കയ്യിൽ എപ്പോഴും വിറയൊക്കെ കാണും. നമ്മൾ ഈ ഒരു ട്രെമറിനെ നമ്മൾ വിളിക്കുന്നതാണ് പിൽ റോളിംഗ് ട്രെമർ. എന്താ പറയുക, നമ്മളിങ്ങനെ കയ്യിലൊരു ചെറിയൊരു ഗുളിക വെച്ച് ഇങ്ങനെ റോൾ ചെയ്യുന്ന മാതിരി എപ്പോഴും കൈ ഇങ്ങനെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും. അതിനാണ് പിൽ റോളിംഗ് ട്രെമർ എന്ന് പറയും. പിന്നെ ഈ ബ്രാഡിക്കൈനീസിയ എന്ന് പറഞ്ഞിട്ട് എഴുതിയത് കണ്ടോ? ബ്രാഡിക്കൈനീസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി സ്ലോനെസ് ഓഫ് മൂവ്മെന്റ്. ബ്രാഡിക്കാർഡിയ പറഞ്ഞ മാതിരി ഹാർട്ട് റേറ്റ് കുറയുന്നതല്ല. ബ്രാഡിക്കൈനീസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ പതുക്കെയാണ് അവര് സ്ലോ സ്റ്റെപ്പിംഗ് ഗേറ്റ് ആണ്. ഒരു കാല് വെച്ച് അടുത്ത കാല് വെച്ച് 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 അങ്ങനെയാണ് നീങ്ങുന്നത്. പിന്നെ അവർക്ക് പോസ്റ്ററിൽ മര്യാദയ്ക്ക് നിൽക്കാൻ പറ്റില്ല. ഭയങ്കര ഇൻസ്റ്റെബിലിറ്റി ആയിരിക്കും. പിന്നെ ഫേസ് നോക്കുമ്പോൾ ഒരു മാസ്ക് മാരത്തെയാണ്. ഒരു എക്സ്പ്രഷനും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഈ പാർക്കിൻസൺസിന്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ പ്രശ്നം പാർക്കിൻസൺസിന്റെ ബ്രെയിനിലാണ്. അപ്പൊ നമുക്ക് നോക്കാം, പാർക്കിൻസൺസ് ഉള്ള ഒരു പേഷ്യന്റിന് ഇതൊരു ന്യൂറോ ഡീജനറേറ്റീവ് കണ്ടീഷനാണ്. അപ്പൊ ബ്രെയിനിന്റെ ഉള്ളിൽ നമുക്കൊരു ബേസൽ ഗാംഗ്ലിയ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഓക്കെ, നമുക്ക് പോകാം. അപ്പൊ നമ്മുടെ ബ്രെയിനിന്റെ ഉള്ളിൽ ബേസൽ ഗാംഗ്ലിയ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ബേസൽ ഗാംഗ്ലിയ. ഈ ബേസൽ ഗാംഗ്ലിയയുടെ ഉള്ളില് നമുക്ക് സബ്സ്റ്റാൻഷ്യ നൈഗ്ര എന്ന് പറഞ്ഞ സബ്സ്റ്റാൻഷ്യ നൈഗ്ര എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. ഈ സബ്സ്റ്റാൻഷ്യ നൈഗ്ര എന്ന് പറഞ്ഞൊരു ഏരിയയിൽ നിന്നാണ് നമുക്ക് ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്താണ് ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഈ ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ബ്രെയിനിന്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ രണ്ട് സാധനങ്ങളുടെ ബാലൻസ് കറക്റ്റ് ആയിട്ടിരിക്കും. രണ്ടും ഈക്വലി ബാലൻസ്ഡ് ആയിരിക്കും. ഈ ഒരു രണ്ട് കെമിക്കലും, ഇവിടെ ഒരു കെമിക്കൽ ഉണ്ട്. ഫസ്റ്റ് കെമിക്കലിന്റെ പേരാണ് ഡോപ്പമിൻ. ഈ ഡോപ്പമിനും അസറ്റൈൽ കോളിനും, എന്താണ് അസറ്റൈൽ കോളിന്റെയും ബാലൻസ് കറക്റ്റ് ആയിരിക്കും. ഡോപ്പമിന്റെയും അസറ്റൈൽ കോളിന്റെയും ബാലൻസ് നല്ലതായിരിക്കണം. ഇല്ലെങ്കിൽ ഇപ്പൊ ഡോപ്പമിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ, പാർക്കിൻസോൺസ് ഇങ്ങനെ ഉണ്ടെങ്കിലാണ്, ഈ ഒരു ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ മൂവ്മെന്റ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് നടക്കുകയുള്ളൂ. എന്താണ് നമ്മുടെ കോർഡിനേറ്റഡ് മൂവ്മെന്റ്സ് നടക്കുള്ളൂ. ഒക്കെ നടക്കുള്ളൂ. ഓക്കെ. പക്ഷേ ഈ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതുള്ള പേഷ്യന്റ്, പാർക്കിൻസോൺസ് ഉള്ള പേഷ്യന്റ്, അവർക്ക് ആക്ച്വലി ഇങ്ങനെയാണ് അവരുടെ ബാലൻസ് ഇരിക്കുന്നത്. ഓക്കെ. ഡോപ്പമിന്റെ ലെവല് ഇങ്ങനെയും അസ്റ്റൽ കോളിന്റെ ലെവല് മേലേക്ക് ഇരിക്കുന്നു. അസ്റ്റൽ കോളിന്റെ മേലേക്ക് കണ്ടിരിക്കുന്നു. അപ്പോൾ ഈ പാർക്കിൻസോൺസ് ഉള്ള ആൾക്കാരുടെ സിംറ്റംസ് എന്ന് പറയാമോ? ഫസ്റ്റ് സിംറ്റം എന്താണ്? ട്രെമർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി പിൽ റോളിംഗ് ട്രെമർ എന്നാണ് നമ്മൾ വിളിക്കുക. പിൽ റോളിംഗ് ട്രെമർ എന്ന് പറഞ്ഞാൽ കയ്യിലൊരു ഗുളിക വെച്ചിട്ട് അത് ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മാതിരിയാണ് അവരുടെ വിരലുകൾ നീങ്ങുന്നത്. ഓക്കെ. പിന്നെന്തുണ്ടാവുക? ആർ ഫോർ റിജിഡിറ്റി ഉണ്ടാവും. ഭയങ്കര റിജിഡ് ആയിട്ട് നടക്കുക. പിന്നെ അവരുടെ എല്ലാ മൂവ്മെന്റും സ്ലോ ആയിരിക്കും. അതിനെയാണ് നമ്മൾ ബ്രാഡിക്കൈനീസിയ എന്ന് വിളിക്കുന്നത്. നമ്മൾ ഫേസ് നോക്കുമ്പോൾ എന്തായിരിക്കും? ഫേസിൽ മാസ്ക് ലൈക്ക് ഫേസസ് ആയിരിക്കും. ഇവർക്ക് ചെരുപ്പൊക്കെ ഉണ്ടല്ലോ, ചെരുപ്പ് ഇങ്ങനെ നമ്മളിപ്പോ സ്ലിപ്പേഴ്സ് ഒക്കെ ഇടുമ്പോൾ സ്ലിപ്പേഴ്സ് ഇങ്ങനെ നമ്മുടെ രണ്ട് വിരലുകൊണ്ട് ഇങ്ങനെ ഗ്രാബ് ചെയ്യാൻ പറ്റില്ല. സ്ലിപ്പേഴ്സ് ഒക്കെ ലൂസായൊക്കെ പോകും. അപ്പൊ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ യൂറിനറി കംപ്ലൈന്റ്സ് ഉണ്ടാവാം. പിന്നെ ഇവർക്ക് മെന്റലി ഇവർ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരിക്കും. ഇവൺ ഫേസ് ഇങ്ങനെയാണെങ്കിലും ഫേസ് ഒരു മാസ്ക് ലൈക്ക് ദേഷ്യത്തിലിരിക്കുന്ന മാതിരി തോന്നും. പക്ഷെ അവർ ആക്ച്വലി നല്ല ഡിപ്രസ്ഡ് ആയിരിക്കും. ഇതിലൂടെ ആങ്സൈറ്റിയും ഡിപ്രഷനും ഒക്കെ ഭയങ്കര കോമൺ ആയി വരുന്ന സംഭവമാണ്. അപ്പൊ ഇത് ഉണ്ടാവാൻ കാരണം ബേസിക് പത്തോളജി എന്താണ്? ഇറ്റ്സ് എ ഡിസ്ബാലൻസ് ബിറ്റ്വീൻ ഡോപ്പമിൻ ആൻഡ് അസറ്റൈൽ കോളിൻ. ഡോപ്പമിന്റെ അളവ് കുറയുന്നു, അസറ്റൈൽ കോളിന്റെ അളവ് കൂടുന്നു. ഇത്രയും മനസ്സിലായോ?
Yes, sir. സ്ക്രീൻ ക്ലിയർ അല്ലേ? കാണുന്നുണ്ടോ? മനസ്സിലായി. അതെ അതെ. ആ, സ്ക്രീൻ ആണ് clear. കാണുന്നുണ്ട് sir. ഓക്കെ, അപ്പൊ നമ്മൾ ട്രീറ്റ്മെന്റ് നമുക്ക് ഉദ്ദേശം എന്താണ്? ട്രീറ്റ്മെന്റ് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുക? ഒന്നില്ലെങ്കിൽ ഡോപ്പമിന്റെ അളവ് കൂട്ടുക, അല്ലെങ്കിൽ അസിറ്റൈൽകോളിന്റെ അളവ് കുറയ്ക്കുക, അല്ലേ? അപ്പോൾ ഡോപ്പമിന്റെ അളവ് കൂട്ടുന്ന ഡ്രഗ്സും അസിറ്റൈൽകോളിന്റെ അളവ് കുറയ്ക്കുന്ന ഡ്രഗ്സുമാണ് നമ്മുടെ പാർക്കിൻസോൺസിന്റെ ട്രീറ്റ്മെന്റ്. അപ്പൊ നമുക്ക് ഇത് പഠിക്കാനായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്കൊരു ഡയഗ്രാം വരയ്ക്കാം. ആദ്യം തന്നെ ഞാൻ ഒരു സംഭവം വരയ്ക്കാം. അതാണ് നമ്മുടെ ബ്ലഡും ബ്രെയിനും തമ്മിലുള്ള ബാരിയർ ഞാൻ വരയ്ക്കാം. എന്താണ് ബ്ലഡും ബ്രെയിനും തമ്മിലൊരു ബാരിയറാണ്. അതിന് നമുക്ക് Yes, ബി sir. ബി ബി എന്ന് വിളിക്കാം. ബ്ലഡ് ബ്രെയിൻ ബാരിയർ. എന്താണത്? ബ്ലഡ് ബ്രെയിൻ ബാരിയർ. അപ്പോൾ നമ്മൾ ഡ്രഗ് ഒക്കെ കൊടുക്കുന്ന ആക്ച്വലി ഇതിന്റെ മേലേക്ക് ബ്രെയിൻ ആണ് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ ബ്രെയിൻ ഇരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ ബ്രെയിൻ ഇരിക്കുന്നത് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ ബ്രെയിൻ ഇരിക്കുന്നത്. ഇതിന്റെ അടിയിലാണ് നമ്മുടെ ഓർഗൻസ് ഒക്കെ ഇരിക്കുന്നത്. അപ്പോൾ ബ്രെയിനിലേക്ക് ബ്ലഡ് എന്നുള്ള ഒരു കണക്ഷനാണ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ. നമ്മൾ ഡ്രഗ് കൊടുക്കുന്നത് എവിടെയാണ്? ഇവിടെ ലോവർ പെരിഫറിലല്ലേ കൊടുക്കുന്നത്. ഇതെന്താണ്? പെരിഫറി. ഇത് പെരിഫറി, ഇത് നമ്മുടെ ബ്രെയിൻ, അല്ലേ? അപ്പൊ നമുക്ക് എവിടേക്കാണ് ഡ്രഗ് എത്തണം? നമ്മൾ കൊടുക്കുന്ന ഡ്രഗ് എവിടെ? പെരിഫറി. ഇവിടെ നമ്മൾ നമ്മുടെ ഓറലി അല്ലേ കൊടുക്കുന്നത്, ഓറലി അല്ലെങ്കിൽ ഐ വി ആയിട്ടല്ല കൊടുക്കുന്നത്. ഓറലി നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ബ്ലഡിലെത്തും, ബ്ലഡ് പെരിഫറിലല്ല എത്തുന്നത്, എന്നിട്ടാണ് പിന്നെ ബ്രെയിനിലേക്ക് പോകുന്നത്, അല്ലേ? അപ്പൊ പെരിഫറിലാണ് നമ്മൾ ഡ്രഗ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഡോപ്പമിന്റെ അളവ് കൂട്ടല്ലേ വേണ്ടേ? ഡോപ്പമിന്റെ അളവ് കൂട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? ഡോപ്പമിൻ കൊടുക്കാം, അല്ലേ? അപ്പൊ ഡോപ്പമിൻ നമുക്ക് ഓറലി കൊടുക്കാൻ വെറുതെ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു നമുക്ക് ഓറലി കൊടുക്കാൻ പറ്റുന്ന ഒരു ടാബ്ലറ്റ് ആണ് ലീവോഡോപ്പ. എന്താണ് ലീവോഡോപ്പ? ഈ ലീവോഡോപ്പയ്ക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഡോപ്പമിൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മേലേക്ക് കയറാം. പക്ഷെ ലീവോഡോപ്പ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലീവോഡോപ്പ ആക്ച്വലി ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്തിട്ട് മേലേക്ക് പോകാൻ പറ്റും. ഓക്കെ, എന്നിട്ട് ബ്രെയിനിലെത്തിയിട്ട് ഇതിന്റെ ആക്ഷൻ ഉണ്ടാവും. പക്ഷെ നമ്മൾ ലീവോഡോപ്പ നമ്മൾ ഓറലി കൊടുക്കുകയാണെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീവോഡോപ്പ ഈ പെരിഫറിയിൽ വെച്ചിട്ട് തന്നെ ഇത് ഡോപ്പയായിട്ട് കൺവേർട്ട് ആവും. മനസ്സിലായി? ഈ ഡോപ്പയ്ക്ക് മേലേക്ക് കയറാൻ പറ്റൂല. പക്ഷെ ഈ ഡോപ്പ എന്ന് പറയുന്ന സാധനം ഈ പെരിഫറിൽ വന്നു കഴിഞ്ഞാൽ കുറേ സൈഡ് എഫക്റ്റ് ഉണ്ടാകും. എന്തൊക്കെ സൈഡ് എഫക്റ്റ്? ഡോപ്പമിൻ പെരിഫറിൽ വെറുതെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മിങ്ങനെ ലീവോഡോപ്പയെന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോപ്പമിനായിട്ട് എന്തൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് അതിനെ നോക്കാം. ഫസ്റ്റ് തന്നെ ഈ ഡോപ്പമിൻ എന്ന് പറയുന്ന സംഭവം പെരിഫറിയിലാണെങ്കിൽ അത് ഹാർട്ടിനെ പോയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പൊ എന്തുണ്ടാവും? ടാക്കിക്കാർഡിയ ഉണ്ടാവും. ഇത് ബ്ലഡ് വെസലിനെ പോയിട്ട് റിലാക്സ് ചെയ്യും. അപ്പൊ എന്തുണ്ടാവും? പെട്ടെന്ന് എണീക്കുമ്പോഴൊക്കെ പോസ്ട്രൽ ഹൈപ്പോടെൻഷൻ ഉണ്ടാവും. എന്തുണ്ടാവും? പോസ്ട്രൽ ഹൈപ്പോടെൻഷൻ. അപ്പൊ നമ്മൾ ലീവോഡോപ്പ ഡോപ്പ ആയി മാറുന്നോണ്ടല്ലേ ഇതിന്റെ എഫക്റ്റീവ്നെസ് ബ്രെയിനിൽ കിട്ടാത്ത? മനസ്സിലാവുന്നുണ്ടോ? So once more. അതായത് ലീവോഡോപ്പ നമ്മൾ ഓറലി കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ഡോപ്പയായിട്ട് കൺവേർട്ട് ആവും. ഈ ഡോപ്പയായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു എൻസൈം ഉണ്ട്. ഈ എൻസൈമിന്റെ പേരാണ് പെരിഫറൽ ഡോപ്പ ഡീകാർബോക്സിലേസ്. ഓക്കെ, ഈ ഒരു എൻസൈം ഉള്ളതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ ഡോപ്പയായിട്ട് കൺവേർട്ട് ചെയ്യും. ഈ ഡോപ്പ എന്ന് പറഞ്ഞ സാധനത്തിന് മേലേക്ക് കയറി പോകാൻ പറ്റില്ല. മനസ്സിലായി? ഇത് മേലേക്ക് കയറി പോവാൻ നമുക്ക് ആക്ച്വലി ഡോപ്പമിൻ മുകളിലേക്ക് എത്തണം, അല്ലെ ബ്രെയിനിലേക്ക് എത്തണം, അല്ലെ? അപ്പോ ഈ ലീവോഡോപ്പനെ ഡോപ്പയായിട്ട് കൺവേർട്ട് ചെയ്യുന്ന എൻസൈം എന്താണ്? പെരിഫറൽ ഡോപ്പ ഡീകാർബോക്സിലേസ് അല്ലേ? ഈ ഒരു എൻസൈം ഉള്ളതുകൊണ്ടല്ലേ ഇത് ഡോപ്പയായി മാറുന്നത്. ഡോപ്പയ്ക്കാണെങ്കിൽ നേരെ ബ്രെയിനിലെത്തും. അപ്പൊ നമ്മൾ ഈ ഒരു എൻസൈമിനെ നമ്മൾ ബ്ലോക്ക് ചെയ്യണം. ഈ എൻസൈമിനെ ബ്ലോക്ക് ചെയ്യുന്ന ഈ ഒരു ഡ്രഗിന്റെ പേരെന്താണ്? കാർബിഡോപ്പ. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ലീവോഡോപ്പ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഉപയോഗം കിട്ടില്ല. ലീവോഡോപ്പയുടെ കൂടെ കാർബിഡോപ്പയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും? അത് ലീവോഡോപ്പ തന്നെ ആയിട്ടിരിക്കും, ഡോപ്പമിൻ ആവില്ല, നേരെ ബ്രെയിനിലേക്ക് പോകും. ബ്രെയിനിൽ നിന്നിട്ട് ഇത് ഡോപ്പമിൻ റിലീസ് ചെയ്യും. ബ്രെയിനിൽ ലീവോഡോപ്പയാണ് കയറി പോകുന്നത്. അതെന്തായി മാറും? ഡോപ്പമിനായി മാറും. ലീവോഡോപ്പ എന്തായി മാറും? ഡോപ്പമിനായി മാറും. ഡോപ്പ ബ്രെയിനിൽ നിന്നിട്ട് നമ്മുടെ പാർക്കിൻസൺസ് ഡിസീസിന് സിംറ്റമാറ്റിക് റിലീഫ് ഉണ്ടാവും.
ക്ലിയർ ആണോ? Yes, sir. ഓക്കെ, എളുപ്പമല്ലേ? ഒന്നുമില്ലല്ലോ, ഇത് ആക്ച്വലി ഭയങ്കര സിമ്പിൾ അല്ലേ? ലീവോഡോപ്പ കൊടുത്തു കഴിഞ്ഞാൽ ലീവോഡോപ്പയ്ക്ക് മാത്രമാണ് മേലേക്ക് കയറി പോകാൻ പറ്റുള്ളൂ, ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്തിട്ട് മേലേക്ക് പോകാൻ പറ്റുള്ളൂ അല്ലേ? പക്ഷെ ലീവോഡോപ്പ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇത് എന്തായിട്ട് മാറും? ഡോപ്പയായിട്ട് മാറും. അതിന് കാരണം എന്താണ്? പെരിഫറൽ ഡോപ്പ ഡീകാർബോക്സിലേസ് അല്ലേ? പെരിഫറൽ ഡോപ്പ ഡീകാർബോക്സിലേസ്. അപ്പൊ ഈ ഒരു എൻസൈമിനെ നമ്മൾ ഇൻഹിബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡോപ്പയായി മാറും, പെരിഫറലിലെ വെച്ച് ഡോപ്പയായി മാറും. ഈ ഒരു എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ലീവോഡോപ്പയുടെ അളവ് കൂടില്ലേ? അതെ. അല്ലേ? അപ്പൊ ഈ ഒരു ഡ്രഗിന്റെ പേരെന്താണ്? കാർബിഡോപ്പ. അപ്പൊ ലീവോഡോപ്പ പ്ലസ് കാർബിഡോപ്പ കൊടുത്തു കഴിഞ്ഞാൽ ലീവോഡോപ്പ തന്നെയായിട്ട് നിൽക്കും, ഡോപ്പമിൻ ആയിട്ട് മാറില്ല. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ ഈ ലീവോഡോപ്പയ്ക്ക് മേലെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രെയിനിൽ ലീവോഡോപ്പ വരും. ബ്രെയിനിൽ ലീവോഡോപ്പ വന്നു കഴിഞ്ഞാൽ അത് ഡോപ്പമിനായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പൊ ഡോപ്പമിനായിട്ട് കൺവേർട്ട് ചെയ്ത് ഗുണമുണ്ട്. അപ്പൊ ഡോപ്പമിനായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്രെയിനിൽ ആക്ട് ചെയ്തിട്ട് പാർക്കിൻസോൺസിന് ട്രീറ്റ്മെന്റിന് ഗുണകരമായിരിക്കും. ക്ലിയർ ആണോ? അതെ, സർ. ഓക്കെ, എളുപ്പമല്ലേ? അപ്പോ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലീവോഡോപ്പം മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അത് ഡോപ്പമിനായി മാറും. ഈ ഡോപ്പമിന് കുറെ സൈഡ് എഫക്ട്സ് ഉണ്ട്. ഹാർട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ടാക്കിക്കാർഡിയ ഉണ്ടാക്കും അല്ലെ? ടാക്കിക്കാർഡിയ ഉണ്ടാക്കും. ബ്ലഡ് വെസലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ബ്ലഡ് വെസലിനെ ഡയലേറ്റ് ചെയ്തിട്ട് പോസ്ട്രൽ ഹൈപ്പോടെൻഷൻ ഉണ്ടാക്കും. ഇതൊക്കെ വയസ്സായ ആൾക്കാർക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? ഹൈപ്പോടെൻഷൻ ഉണ്ടാക്കും. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഇപ്പോൾ ലീവോഡോപ്പ പ്ലസ് പെരിഫറൽ ഡോപ്പ ഡികാർബോക്സിലേസ്. അപ്പൊ നമ്മൾ എന്ത് കോമ്പിനേഷനാണ് കൊടുക്കുന്നത്? ലീവോഡോപ്പ പ്ലസ് കാർബിഡോപ്പ. ഇപ്പോൾ ന്യൂറോളജിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇതിനെ കേട്ടിട്ടുണ്ടാവും. ഇതിനെയാണ് സിൻഡോപ്പ എന്നൊക്കെ വിളിക്കുന്നത്. കുറെ ബ്രാൻഡ് നെയിമിൽ അവൈലബിൾ ആണ്. നമ്മൾ ഒരു ദിവസത്തിൽ 3-4 നേരം നമ്മൾ കൊടുക്കും, ഇടവിട്ട് കൊടുക്കും അല്ലേ? ഇതിനാണ് സിൻഡോപ്പ എന്ന് വിളിക്കുന്നത് കേട്ടോ. ലീവോഡോപ്പ പ്ലസ് കാർബിഡോപ്പ. ക്ലിയർ ആണോ? അതെ, സർ. Yes, sir. അപ്പൊ ഫസ്റ്റ് ഡ്രഗ് നമ്മൾ പഠിച്ചു അല്ലേ? ബ്രെയിനിൽ ചെന്നിട്ട് ഫസ്റ്റ് ഡ്രഗ് നമ്മൾ പഠിച്ചു. അപ്പൊ ഞാൻ ഒന്നുകൂടി ബ്ലഡ് ബ്രെയിൻ ബാരിയർ പഠിക്കുന്നു. ഫസ്റ്റ് ഡ്രഗ് നമ്മൾ പഠിച്ചു. ഇനി ഇത് നമ്മൾ ലീവോഡോപ്പ മേലേക്ക് ചെന്നു അല്ല, ലീവോഡോപ്പ മേലേക്ക് ചെന്നു. അപ്പൊ നമുക്ക് ഈ ലീവോഡോപ്പ മേലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ലീവോഡോപ്പിനെ മെറ്റബോളൈസ് ചെയ്തു. ഇപ്പൊ ലീവോഡോപ്പ ഡോപ്പമിനായി മാറില്ലേ? ഈ ഡോപ്പമിൻ കുറെ നേരം നമ്മുടെ ബ്രെയിനിൽ നിന്നല്ല ആക്ഷൻ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മുടെ ബോഡിയിൽ എന്ത് വന്നാലും അതിനെ മെറ്റബോളൈസ് ചെയ്ത് കളയാനുള്ള കഴിവുണ്ട്. ഇപ്പൊ ഡോപ്പമിനെ ഡിലീറ്റ് ചെയ്ത് കളയുന്ന 2 എൻസൈംസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് എൻസൈം ആണ് MAO-B, മാവോ-B, മോണോ അമീൻ ഓക്സിഡൈസ് ബി എന്ന് പറഞ്ഞൊരു എൻസൈം. പിന്നെയുള്ളൊരു എൻസൈമാണ് COMT. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡോപ്പേനെ ഈ മാവോ-B ആക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇതിന്റെ ഒരു മെറ്റബോളൈറ്റ്സ് ആയിട്ട് മാറും. മെറ്റബോളൈറ്റ്സിന്റെ പേര് പഠിക്കേണ്ട, പിന്നെ ഡോപ്പ C എന്നാണ് വിളിക്കുക. ഇവിടെ 3MT എന്നാണ് വിളിക്കുക. ഇത് പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്താണ്, ഡോപ്പമിന്റെ അളവ് ബ്രെയിനിൽ കുറയ്ക്കുന്ന 2 എൻസൈം ഉണ്ട്. എൻസൈമിന്റെ പേരെന്താണ്? ഫസ്റ്റ് എൻസൈമിന്റെ പേര് മാവോ-B. മാവോ-B. രണ്ടാമത്തെ എൻസൈമിന്റെ പേര് കോംപ്റ്റ്. കോംപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ എക്സ്പാൻഷൻ എഴുതാം. കാറ്റക്കോൾ ഓ മീത്തൈൽ ട്രാൻസ്ഫറേസ്. ഇത്രയും പഠിക്കണമെന്നില്ല, ജസ്റ്റ് കോംപ്റ്റ് എന്നായാലും പഠിച്ചാൽ മതി കേട്ടോ. ഇത് മാവോ-B. അപ്പൊ ഈ മാവോ-B എന്ന് പറയുന്ന ഒരു എൻസൈമിനെ നമ്മൾ ഇൻഹിബിറ്റ് ചെയ്തെന്നുണ്ടോ? ഡോപ്പമിന്റെ അളവ് കൂടില്ലേ? മാവോ-B-നെ ഇൻഹിബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡോപ്പമിന്റെ അളവ് കൂടില്ലേ? അല്ലേ? അതെ. അപ്പൊ മാവോ-B-നെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ്സിന്റെ പേരാണ് സെലിജിലിൻ, റാസാജിലിൻ അല്ലെ? സെലിജിലിൻ, റാസാജിലിൻ. അതേപോലെ നമ്മൾ COMT എന്ന് പറഞ്ഞ എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡോപ്പമിന്റെ അളവ് കൂടില്ലേ? അതെ. അല്ലേ? അപ്പൊ COMT-നെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ്സിന്റെ പേരെന്താണ്? COMT ഇൻഹിബിറ്റേഴ്സിന്റെ പേരെന്താണ്? ടോൾകാപ്പോൺ, എൻറ്റകാപ്പോൺ. എന്താണ് ടോൾകാപ്പോൺ, എൻറ്റകാപ്പോൺ? അപ്പൊ ഫസ്റ്റ് പഠിച്ച ഡ്രഗ് ലീവോഡോപ്പ, കാർബിഡോപ്പ. രണ്ടാമത് മാവോ-B ഇൻഹിബിറ്റേഴ്സ് അടിച്ച് പഠിച്ചത് സെലിജിലിൻ, റാസാജിലിൻ. പിന്നെ COMT ഇൻഹിബിറ്റേഴ്സ് പഠിച്ചത് ടോൾകാപ്പോൺ, എൻറ്റകാപ്പോൺ. എളുപ്പമല്ലേ? അതെ, സർ.
ഇനി ഈ ഡോപ്പമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലീവോഡോപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോപ്പമിന്റെ ഒരു അനലോഗ് അല്ലായിരുന്നേ. ലീവോഡോപ്പ എന്ന് പറഞ്ഞാൽ ഡോപ്പമിന്റെ വേറൊരു രൂപമല്ലായിരുന്നേ. ഇനി ചില ഡ്രഗ് ഉണ്ട്, ആ ഡ്രഗ്സിന്റെ പേരാണ് ഡോപ്പമിൻ അഗോണിസ്റ്റ് എന്ന് വിളിക്കും. ഡോപ്പമിൻ അഗോണിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോപ്പമിൻ അല്ല അത്, പക്ഷെ ഡോപ്പമിന്റെ പോലെ തന്നെ ആക്ട് ചെയ്യും. ഡോപ്പമിൻ റിസപ്റ്ററിൽ ഇപ്പൊ D1 D2 D3 എന്ന് പറഞ്ഞ റിസപ്റ്റർ ഉണ്ട് ഡോപ്പമിന്റെ. ഈ റിസപ്റ്ററിൽ നിന്ന് ഡോപ്പമിന്റെ പോലെ തന്നെ ആക്ട് ചെയ്യും, പക്ഷെ ഇത് ഡോപ്പമിൻ അല്ല. അപ്പൊ ഡോപ്പമിൻ അഗോണിസ്റ്റ് എന്ന് പറഞ്ഞ കുറച്ച് ഡ്രഗ്സ് ഉണ്ട്. ഡോപ്പമിൻ അഗോണിസ്റ്റിന്റെ പേര് പഠിക്കുകയാണെങ്കിൽ ഫസ്റ്റ് പഠിക്കേണ്ടത് എന്താണ്? ബ്രോമോക്രിപ്റ്റിൻ, ബ്രോമോക്രിപ്റ്റിൻ, പ്രാമിപെക്സോൾ, പിന്നെ റോപ്പിൻ. അറ്റ്ലീസ്റ്റ് രണ്ടെണ്ണെങ്കിലും പഠിക്കും. ബ്രോമോക്രിപ്റ്റിൻ, പ്രാമിപെക്സോൾ. ഒന്ന് പറയാമോ ആരെങ്കിലും? ബ്രോമോക്രിപ്റ്റിൻ, പ്രാമിപെക്സോൾ. Bromocriptine, Pramipexole. പ്രാമിപെക്സോൾ. ഓക്കെ. ഇനി നമ്മൾ ഇൻഫ്ലുവൻസയ്ക്ക് യൂസ് ചെയ്യുന്ന, നമുക്ക് നമ്മുടെ നെർവ് എടുക്കാതിരിക്കും. ഞാനിവിടെ സൂം ചെയ്തിട്ട് നമ്മുടെ ഒരു നെർവ്, ഞാനിപ്പോ ഒരു നെർവിനെ വരയ്ക്കുകയാണെങ്കിൽ ഞാനിപ്പോ നമ്മുടെ നെർവ് വരയ്ക്കാൻ നിൽക്കും. ഓക്കെ. നമ്മുടെ ഒരു നെർവില് ഇങ്ങനെയല്ലേ നമ്മുടെ സൈനാപ്സ് ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്, നെർവും അപ്പുറത്തെ നെർവും ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു സംഭവം ഉണ്ട്, ഇവിടെ ഒരു റിസപ്റ്റർ ഉണ്ട്. ആ റിസപ്റ്ററിന്റെ പേരാണ് NMDA റിസപ്റ്റർ എന്ന് പറയുന്ന സാധനം. NMDA റിസപ്റ്റർ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡോപ്പമിൻ ഇവിടെ ഉണ്ടാവുന്നുണ്ട്, ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഡോപ്പമിൻ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. ഈ ഡോപ്പമിൻ പെട്ടെന്ന് റിലീസ് ചെയ്യുന്നതായിരിക്കും. NMDA റിസപ്റ്റർ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡോപ്പമിൻ പെട്ടെന്ന് റിലീസ് ചെയ്യും. അപ്പൊ ഇവിടെ ഫുള്ള് സിനാപ്റ്റിൽ കുറെ ഡോപ്പമിൻ വന്നില്ല. നമ്മുടെ ബോഡിയിൽ ഡോപ്പമിൻ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞ് ഈ ഡോപ്പമിനെ തിരിച്ച് നമ്മുടെ ഈ ന്യൂറോൺ തിരിച്ചെടുക്കും. ഇതിനെയാണ് നമ്മുടെ ഡോപ്പമിൻ റീസൈക്ലിംഗ് എന്ന് വിളിക്കുന്നത്. ഈ NMDA റിസപ്റ്ററിൽ നമ്മളൊന്ന് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡോപ്പമിന്റെ റിലീസും കൂട്ടും, ഡോപ്പമിന്റെ റീസൈക്ലിംഗ് ഇൻഹിബിറ്റ് ചെയ്യും, റീ അപ്ടേക്ക് ഇൻഹിബിറ്റ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഞാൻ ഒന്ന് കുറച്ച് നീക്കിയിട്ട് വരയ്ക്കാം. ഇത് നമ്മുടെ നെർവാണ് അല്ലേ, നമ്മുടെ നെർവ്. ഇത് നമ്മുടെ അപ്പുറത്തെ നെർവ് സൈനാപ്സ്. ഓക്കെ. ഇവിടെ ഒരു NMDA റിസപ്റ്റർ ഉണ്ട്. എന്താണ്? NMDA. NMDA റിസപ്റ്റർ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുവാണെങ്കിൽ ഡോപ്പമിൻ പെട്ടെന്ന് റിലീസ് ആവും. കൂടാതെ തന്നെ ഡോപ്പമിന്റെ റീ അപ്ടേക്ക്, ഡോപ്പമിനെ തിരിച്ച് നമ്മുടെ ശരീരത്തിന് എടുക്കാൻ ഒരു ചാൻസ് ഉണ്ട്. ഈ റീ അപ്ടേക്ക് കുറയ്ക്കും. അപ്പൊ ഡോപ്പമിന്റെ അളവ് കൂടെ സൈനാപ്സിന്റെ ഉള്ളിൽ കൂടിയില്ലേ. അപ്പോൾ ഈ ഒരു ക്ലാസ് ഓഫ് ഡ്രഗിനെ വിളിക്കുന്നതാണ് NMDA റിസപ്റ്റർ ഏഗോണിസ്റ്റ്. ഇതിന്റെ പേരാണ് അമാൻറ്റഡിൻ. നമ്മളിപ്പോ പഠിച്ച ഡ്രഗ്സ് എല്ലാം ഒന്ന് സമ്മറൈസ് ചെയ്യാമോ? ഫസ്റ്റ് പഠിച്ച ഡ്രഗ് എന്തായിരുന്നു? Levodopa plus carbidopa. കാർബിഡോപ്പ. അതിന്റെ കാര്യം മനസ്സിലായി. കാരണം ഡോപ്പമിൻ പുറത്തുണ്ടാവുമ്പോൾ അതിന്റെ സൈഡ് എഫക്ട് കുറയ്ക്കാനായിട്ടാണ് ലീവോഡോപ്പ് കൊടുക്കുന്നത്, കാർബിഡോപ്പ് കൊടുക്കുന്നത്. കാർബിഡോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ കുറെ ലീവോഡോപ്പ് ഉണ്ടാവും. ലീവോഡോപ്പ് പുറത്ത് നശിച്ചു പോവില്ല. അപ്പൊ ലീവോഡോപ്പ് മേലെ കയറുന്നു, നല്ല ആക്ഷൻ കിട്ടും. അടുത്ത ഡ്രഗ്സ് ഒന്ന് പറയാവോ? ഈ ലീവോഡോപ്പ് നമ്മുടെ ബ്രെയിനിൽ കയറി ഈ ഡോപ്പമിന്റെ അളവ് കുറയ്ക്കുന്ന എൻസൈമിന്റെ പേരെന്താണ്? COMT. അപ്പൊ മാവോ ബി ഇൻഹിബിറ്റേഴ്സിന്റെ പേരെന്താണ്? Selegiline, റാസാച്ചിലിൻ. COMT ഇൻഹിബിറ്റേഴ്സിന്റെ പേരെന്താണ്? bromocriptine, ബ്രോമോക്രിപ്റ്റിൻ അല്ല, ഓക്കെ. ഈ ഡോപ്പമിൻ അഗോണിസ്റ്റിന്റെ പേരെന്താണ്? ഡോപ്പമിന്റെ പോലെ തന്നെ ആക്ട് ചെയ്യുന്ന ഡ്രഗ്സിന്റെ പേരെന്താണ്? പ്രാമിപെക്സോൾ. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി ഇത് എല്ലാത്തിന്റെയും നമ്മൾ ഒരുവിധം എല്ലാ ഡ്രഗ്സും പഠിച്ചു. അതായത് ഡോപ്പമിന്റെ അളവ് കൂട്ടുന്ന ഡ്രഗ്സ് പഠിച്ചു. ഇനി ഇതിന്റെ സൈഡ് എഫക്ട്സ് നമുക്ക് നോക്കാം. ഇപ്പൊ ബ്രോമോക്രിപ്റ്റിൻ, പ്രാമിപെക്സോൾ കൊടുക്കുകയാണെങ്കിൽ എല്ലാ ഡ്രഗ്സിനും ഒരു ഹാലുസിനേഷൻ, ആങ്സൈറ്റി, ഡിപ്രഷൻ ഇത് എന്തായാലും ഉണ്ടാവും. ഡ്രഗ്സിന് പേഷ്യന്റ് അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. ആങ്സൈറ്റി, ഹാലുസിനേഷൻ, ഡിപ്രഷൻ എല്ലാത്തിലും എഴുതാൻ പറ്റും. പക്ഷെ ബ്രോമോക്രിപ്റ്റിനും പ്രാമിപെക്സോളിന്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇത് ഡോപ്പമിന്റെ അളവ് ഡോപ്പമിൻ റിസപ്റ്ററിൽ പോയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യില്ല. എല്ലാ ഡോപ്പമിൻ റിസപ്റ്ററിനെയും പോയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും. D1 D2 D3 ഇങ്ങനെ കുറെ റിസപ്റ്റേഴ്സ് ഉണ്ട്. ഇതിന് എല്ലാത്തിനും പോയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഇമ്പൾസ് കൺട്രോൾ ഡിസോർഡേഴ്സ് വരാം. എന്ത് വരാം?
ഇമ്പൾസ് കൺട്രോൾ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റ് ചിലപ്പോൾ സൈലന്റ് ആയിട്ട് ഒരു പേഷ്യന്റ് പെട്ടെന്ന് പോയിട്ട് ഗാംബ്ലിങ് ചെയ്യുമ്പോൾ അപ്പൊ ഗാംബ്ലിങ് വരാം പേഷ്യന്റ്, ഗാംബ്ലിങ് ടെൻഡൻസി അങ്ങനത്തെ സംഭവങ്ങൾ വരാം, അല്ലെങ്കിൽ ഹൈപ്പർ സെക്ഷുവാലിറ്റി വരാം, ഹൈപ്പർ സെക്ഷൽ ബിഹേവിയർ കാണിക്കാം, അല്ലെങ്കിൽ മോർണിംഗിൽ കിടന്ന് ഉറങ്ങും, അപ്പോൾ ഡേ ടൈം സ്ലീപ്പിനെസ് വരാം, ഡേ ടൈം സ്ലീപ്പിനെസ്. ഓക്കെ, ഇതൊക്കെ ഒരു കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള സൈഡ് എഫക്റ്റ് ആയതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, ഇനി മാവോ ബി ഇൻഹിബിറ്റേഴ്സിന്റെ ഒരു കാര്യം പഠിക്കുമ്പോൾ സെലിജിലിൻ, ട്രാസാജിലിൻ ഇത് കൊടുക്കുമ്പോഴുണ്ടല്ലോ, ഈ മാവോ ബി എന്ന് പറയുന്ന സാധനം ഡോപ്പമിന്റെ അളവ് കൂട്ടും ചെയ്യും. പക്ഷെ ഇത് ഹൈ ഡോസിൽ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ സെറോട്ടോണിന്റെ അളവ് കൂട്ടും ചെയ്യും. ഓക്കെ, സെറോട്ടോണിന്റെ അളവ് കൂടി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പേഷ്യന്റ് ചിലപ്പോൾ ഇതിന്റെ കൂടെ ഒരു ആന്റി ഡിപ്രസന്റ് ഉണ്ട്. നമ്മൾ ഇനി ഡിപ്രസൻസ് പഠിക്കുമ്പോൾ ആന്റി ഡിപ്രസൻസിന്റെ കുറച്ച് ഡ്രഗ്സ് ഉണ്ട്, SSRI. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്റ്റീവ് സെറോട്ടോണിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ്. അപ്പൊ ഈ ഒരു ഡ്രഗ്സും കൂടി കൊടുക്കുകയാണെങ്കിൽ ഇതും എന്ത് ചെയ്യും, സെറോട്ടോണിന്റെ അളവ് കൂട്ടും അല്ലെ? ഇതും സെറോട്ടോണിന്റെ അളവ് കൂട്ടും. ഈ മാവോ ബി ഹൈ ഡോസിൽ കൊടുക്കുകയാണെങ്കിൽ സെറോട്ടോണിന്റെ അളവ് കൂടും. ഈ സെറോട്ടോണിന്റെ അളവ് നമ്മുടെ ബ്രെയിനിൽ ഭയങ്കരമായിട്ട് കൂടി കഴിഞ്ഞാൽ നമുക്കൊരു അസുഖം വരും. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ എമർജൻസിയാണ്. അതിനെ വിളിക്കുന്നതാണ് സെറോട്ടോണിൻ സിൻഡ്രോം. ഓക്കെ, സെറോട്ടോണിൻ സിൻഡ്രോം എന്ന പേഷ്യന്റ് ടാക്കിക്കാർഡിയ വരാം, ഹൈപ്പർ ടെൻഷൻ വരാം, പേഷ്യന്റ് ഡെത്ത്, ടെമ്പറേച്ചർ കൂടാം, ബോഡി ടെമ്പറേച്ചർ കൂടാം, ഷിവറിങ് വരാം. ഓക്കെ, പേഷ്യന്റ് ഷോക്കിൽ വരെ പോവാം, പേഷ്യന്റ് ഹൈപ്പർ ടെൻസീവ് ആയിട്ട് പേഷ്യന്റ് ആക്ച്വലി ഡെത്ത് വരെ ആയി പോവാം. ഓക്കെ, അപ്പൊ ഈ മാവോ ബി ഇൻഹിബിറ്റർ ഹൈ ഡോസിൽ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിന്റെ കൂടെ SSRI എന്തെങ്കിലും കൊടുക്കണ്ടോ നമ്മൾ ശ്രദ്ധിക്കണം. അത് രണ്ടും ഇത് പേഷ്യന്റ് കാരണം ഡിപ്രഷനും വരാൻ ചാൻസ് ഉണ്ട്. ഇത് രണ്ടും കൂടി കൊടുത്തു കഴിഞ്ഞാൽ പേഷ്യന്റിന് സെറോട്ടോണിൻ സിൻഡ്രോം എന്ന് പറയുന്ന സംഭവം വരും. ക്ലിയർ ആണോ? അതെ സർ, ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട സൈഡ് എഫക്ട്സ്. ഡോപ്പമിന്റെ സൈഡ് എഫക്ട്സ് എന്താണ്? ലീവോഡോപ്പയുടെ സൈഡ് എഫക്ട്സ് എന്താണ്? ഹാലുസിനേഷൻ ഹാലുസിനേഷൻ വരാം, ഇമ്പൾസ് കൺട്രോൾ ഡിസോർഡർ, ടാക്കിക്കാർഡിയ പോസ്റ്ററൽ ഹൈപ്പോടെൻഷൻ ആണെന്ന് ശ്രദ്ധിക്കേണ്ടത് പാർക്കിൻസൺസ് ഉള്ള പേഷ്യൻസിന്റെ അടുത്ത്. ഓക്കെ, എല്ലാത്തിന്റെ സൈഡ് എഫക്ട്സ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ അമാൻറ്റഡിൻ എന്ന് പറഞ്ഞ ഡ്രഗ് പഠിച്ചില്ലേ? അമാൻറ്റഡിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്താണ്? ഇറ്റ് ഈസ് എൻ NMDA റിസെപ്റ്റർ അഗോണിസ്റ്റ് അല്ലേ? അപ്പൊ ഇതിന്റെ ഒരു സൈഡ് എഫക്ട് എന്ന് പറഞ്ഞാൽ പേഷ്യന്റിന്റെ ഇപ്പൊ നമ്മുടെ പേഷ്യന്റ് മേത്ത് നോക്കുവാണെങ്കിൽ കുറെ ബ്രൂയിസസ് മാതിരി കാണാം. അതിനെയാണ് നമ്മൾ ലിവിഡോ റെറ്റിക്കുലാരിസ് എന്ന് വിളിക്കുക. റെറ്റിക്കുലാരിസ്. ഇത് കൂടാതെ തന്നെ നമ്മുടെ പേഷ്യന്റ് കാലിന്റെ ആങ്കിളിൽ എഡിമ വരാം. എന്താണ്? ആങ്കിൾ എഡിമ വരാം അല്ലേ? ആങ്കിൾ എഡിമ വരാം, ലിവിഡോ റെറ്റിക്കുലാരിസ് വരാം. അപ്പൊ നമ്മൾ സ്കിന്നൊന്ന് നോക്കണം, ഈ അമാൻറ്റഡ് എടുക്കുന്ന പേഷ്യന്റ് ആങ്കിൾ എഡിമ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ക്ലിയർ ആണോ? ആംഗിൾ ഇടുമ്പോ ഒന്ന് ഇത് സ്റ്റോപ്പ് ചെയ്യണം അല്ലേ സർ? സ്റ്റോപ്പ് ചെയ്യണമെന്നില്ല, കാരണം ഈ അമാൻറ്റഡിൻ എന്ന് പറയുന്ന സംഭവം ഒരു ആഡ് ഓൺ ഡ്രഗ് ആണ്. ഒരിക്കലും നമ്മൾ ഫസ്റ്റ് ലൈൻ ആയിട്ട് ഡ്രഗ് യൂസ് ചെയ്യില്ല. ഫസ്റ്റ് ലൈൻ ആയിട്ട് കൊടുക്കുന്ന ഡ്രഗ് എന്താണ്? ലീവോഡോപ്പ, കാർബിഡോപ്പ ആണ്. അപ്പോ ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ സിഗ്നിഫിക്കന്റ് ആണ്, നമ്മൾ സ്റ്റോപ്പ് ചെയ്യണോ വേണ്ടത്. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് നമ്മളിപ്പോ എല്ലാവരും ഇപ്പൊ ന്യൂറോളജിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ മെഡിസിനിൽ വർക്ക് ചെയ്ത ആൾക്കാർ എപ്പോഴും കാണുന്ന ഒരു കോമ്പൗണ്ട് സിൻഡോപ്പ എന്നാണ് കോമ്പിനേഷൻ അല്ലേ? സിൻഡോപ്പയിൽ എന്താണുള്ളത്? ലിവോഡോപ്പ പ്ലസ് കാർബിഡോപ്പ. ഇതാണ് നമ്മൾ ഫസ്റ്റ് കൊടുക്കാറില്ല അല്ലെ? ഇത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ, കുറച്ച് വർഷങ്ങൾ പേഷ്യന്റ് അസുഖം കൂടി വരുമ്പോൾ നമ്മൾ എത്ര ഡോപ്പമിൻ കൊടുത്താലും കാര്യമുണ്ടോ? പേഷ്യന്റ് ബ്രെയിനിലത്തെ ആ ഒരു ഡോപ്പമിൻ ഉണ്ടാക്കുന്ന സെല്ലുകൾ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്ത് ചെയ്യും? കുറെ നാൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റിന് ഒരു സംഭവം ഉണ്ടാവും, ഓൺ ഓഫ് ഫിനോമിന എന്ന് പറയും. ഓൺ ഓഫ് ഫിനോമിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യന്റ് ചില സമയത്ത് ഓൺ ആയിരിക്കും,
ഓൺ എന്ന് പറഞ്ഞ പേഷ്യന്റിന് ബെനിഫിഷ്യൽ എഫക്ട്സ് കിട്ടും, ഡ്രഗിന്റെ ബെനിഫിറ്റ് കിട്ടും. ചില സമയത്ത് നോക്കുമ്പോൾ പേഷ്യന്റ് ഓഫ് ആയിരിക്കും, ബെനിഫിറ്റ് ഉണ്ടാവില്ല, ബെനിഫിറ്റ് കിട്ടില്ല, ഡ്രഗ് കഴിച്ചാലും ബെനിഫിറ്റ് കിട്ടില്ല. ഈ ഓൺ സമയത്ത് ബെനിഫിറ്റ് ഉണ്ടായിരിക്കും, പക്ഷെ പേഷ്യന്റിന്റെ മൂവ്മെന്റ്സ് കറക്റ്റ് ആവില്ല, മൂവ്മെന്റ്സ് വന്നാലും ശരിയാവില്ല. അപ്പൊ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റിന് കുറെ ബെനിഫിറ്റ്സ് ഉണ്ട്, പക്ഷെ പേഷ്യന്റ് കുറച്ച് മൂവ്മെന്റ് ഡിസോർഡർ കാണിക്കും. പക്ഷെ ഓഫ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെനിഫിറ്റ് ഉണ്ടാവുകയില്ല. ഇതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അസുഖം പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. പേഷ്യന്റ് ആദ്യം ഒരു 10% അസുഖം ഉണ്ടായിരുന്നുള്ളൂ, 2-3 വർഷം കഴിയുമ്പോൾ പേഷ്യന്റ് 50% ബേസൽ ഗാംഗ്ലിയ ഡിസ്ട്രോയ് ആയിപ്പോയി, ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പൊ കുറച്ച് കളയുമ്പോൾ എഫക്ട് കുറഞ്ഞു വരും. ഈ എഫക്ട് പറയുമ്പോൾ നമ്മൾ ഡോപ്പമിൻ മാത്രം കൊടുത്തിട്ട് കാര്യമില്ല. അപ്പൊ ഇതിന്റെ കൂടെ നമ്മൾ ചിലപ്പോൾ അമാൻറ്റഡിൻ ആഡ് ചെയ്യാം, ഇത് കൂടാതെ തന്നെ നമ്മൾ COMT ഇൻഹിബിറ്റേഴ്സോ മാവോബിയോ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് നിർത്തണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആംഗുലർ അത്രയും സിവിയർ അല്ല, അല്ലെങ്കിൽ പേഷ്യന്റ് വേറെ ഹാർട്ട് ഡിസോർഡറോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാം. പേഷ്യന്റ് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നണമെങ്കിൽ മാത്രമാണ് നമ്മൾ അമാൻറ്റഡിൻ നിർത്തുന്നത്. കേട്ടോ? ഈ ഓൺ ഓഫ് ഫിനോമിന ഒന്ന് പറയാമോ? ആർക്കെങ്കിലും ഒന്ന് പറയാമോ ഓൺ ഓഫ് ഫിനോമിന എന്താണെന്ന്? ആരെങ്കിലും ഒന്ന് പറയാമോ ഓൺ ഓഫ് ഫിനോമിന എന്താണെന്ന്? ഹലോ, ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറെ Long ഞാനൊന്നുകൂടി പറയാം. time use of Excessive use of levodopa. syndopamine. എക്സസീവ് ഡോസ് ഓഫ് ഇത് കാരണം ഉണ്ടാവുന്നതല്ല. ആക്ച്വലി കുറെ നാൾ കഴിയുമ്പോൾ നമ്മുടെ അസുഖം 10% എന്നുള്ളത് 50%. Long time use. ലോങ് ടൈം യൂസ് കഴിയുമ്പോൾ ഇതിന്റെ എഫക്ട് നമുക്ക് കുറയുന്ന മാതിരി തോന്നും, പക്ഷെ ഈ ഡ്രഗിന്റെ പ്രശ്നം കൊണ്ടല്ല, അത് പേഷ്യന്റ് അസുഖം കൂടുന്നതുകൊണ്ടാണ്. മനസ്സിലായോ? ഇത് കംപ്ലീറ്റ്ലി മാറ്റാനായിട്ട് ഒരു തെറാപ്പി ഇതുവരെയായിട്ടും കണ്ടുപിടിച്ചിട്ടില്ല, പക്ഷെ അസുഖം കൂടുന്നതുകൊണ്ട് ഇങ്ങനെ ഓൺ ഓഫ് ഒക്കെ ആയിട്ട് വരും. അപ്പൊ നമ്മൾ കൂടുതൽ ഡ്രഗ്സ് ഒക്കെ ആഡ് ചെയ്യും. Okay. ക്ലിയർ ആണോ? Yes, sir. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഡോപ്പമിന്റെ എഫക്ട് കൂട്ടുന്ന ഡ്രഗ്സ് ഒക്കെ പഠിച്ചു അല്ലേ? ഡോപ്പമിന്റെ അളവ് കൂട്ടുന്ന ഡ്രഗ്സ് ഒക്കെ പഠിച്ചു. ഒന്ന് പെട്ടെന്ന് സമ്മറൈസ് ചെയ്ത ഫസ്റ്റ് ഡ്രഗ് L-DOPA പ്ലസ് കാർബിഡോപ്പ. ഓക്കെ, കാർബിഡോപ്പയുടെ മെക്കാനിസം ഓഫ് ആക്ഷൻ ഇൻഹിബിറ്റ് പെരിഫറൽ ഡോപ്പ ഡീകാർബോക്സിലേസ്. രണ്ടാമത്തെ ഡ്രഗ് MAOB ഇൻഹിബിറ്റേഴ്സ് പഠിച്ചു. മൂന്നാമത്തെ ഡ്രഗ് COMT ഇൻഹിബിറ്റേഴ്സ് പഠിച്ചു. ഫോർത്ത് ഡ്രഗ് NMDA റിസപ്റ്റർ എഗോണിസ്റ്റ് പഠിച്ചു. ലാസ്റ്റ് ഡ്രഗ് നമ്മൾ പഠിച്ചത് ഡോപ്പമിൻ എഗോണിസ്റ്റ് പഠിച്ചു, ബ്രോമോക്രിപ്റ്റിൻ, ട്രാമിപെക്സോൾ ഒക്കെ അല്ലെ? ഇത്രയും ക്ലാസ് ഓഫ് ഡ്രഗ്സ് പഠിച്ചു. ഇതൊക്കെ എന്താണ്? ഡോപ്പമിന്റെ അളവ് കൂട്ടുന്നതായിരുന്നു. ഇനി നമുക്ക് പാർക്കിൻസൺസിന്റെ പ്രശ്നം എന്തായിരുന്നു? പാർക്കിൻസന്റെ പ്രശ്നം ഡോപ്പമിന്റെ അളവ് കൂടുക, അല്ലെങ്കിൽ ഡോപ്പമിന്റെ അളവ് കുറവുക, അല്ലെങ്കിൽ അസറ്റൈൽ കോളിന്റെ അളവ് കൂടുന്നു അല്ലെ? അപ്പൊ നമുക്ക് അസറ്റൈൽ കോളിന്റെ അളവ് എന്താ ചെയ്യണ്ടേ? കുറയ്ക്കണം. അപ്പൊ നമ്മൾ അസറ്റൈൽ കോളിന്റെ അളവ് കുറയ്ക്കാനുള്ള ഡ്രഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ അസറ്റൈൽ കോളിന്റെ ചാപ്റ്റർ നമ്മൾ പഠിച്ചപ്പോൾ കോളിനർജിക്സും ആന്റി കോളിനർജിക്സും പഠിച്ചപ്പോൾ നമ്മൾ എവിടെയാണ് അസറ്റൈൽ കോളിന്റെ അളവ് കുറയ്ക്കണ്ടേ? അസറ്റൈൽ കോളിന്റെ അളവ് എവിടെയാണ് കുറയ്ക്കണ്ടേ? ബ്രെയിനിലല്ലേ? ബ്രെയിനിൽ അസറ്റൈൽ കോളിന്റെ അളവ് കുറയ്ക്കുന്ന ഡ്രഗ്സിന്റെ പേരെന്താണ്? സെൻട്രലി ആക്ടിങ് ആന്റി കോളിനർജിക്സ്. ഓക്കെ, ഇതിന്റെ പേര് നമ്മൾ പഠിച്ചായിരുന്നു, ട്രൈഹെക്സിഫെനിഡിൻ. ഓർമ്മയുണ്ടോ? ട്രൈഹെക്സിഫെനിഡിൻ. ഓക്കെ, ട്രൈഹെക്സിഫെനിഡിൻ കേട്ടോ. ഇതിനെ തന്നെയാണ് നമ്മൾ ബെൻസെക്സോൾ എന്ന് വിളിക്കുന്നത്, ബെൻസെക്സോൾ, ട്രൈഹെക്സിഫെനിഡിൻ കേട്ടോ. ഈ ഡ്രഗ് കൊടുക്കുമ്പോൾ സൈഡ് എഫക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ അസറ്റൈൽ കോളിൻ ഉണ്ടെങ്കിലാണ് പേഷ്യന്റിന്റെ മെമ്മറിയും കോഗ്നിഷനും ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ പേഷ്യന്റ് ചിലപ്പോൾ ഇത് കൊടുക്കുമ്പോൾ മെമ്മറി ചിലപ്പോൾ കുറച്ച് കുറയാം കേട്ടോ. മെമ്മറി ഫങ്ഷൻസ് ഒക്കെ, കോഗ്നിറ്റീവ് ഫങ്ഷൻസ് കുറച്ച് കുറയും. ഓക്കെ, കോഗ്നിറ്റീവ് ഫങ്ഷൻസും കുറയും. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു സൈഡ് എഫക്ട്. ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പൊ നമ്മൾ പഠിച്ചത് നോർമൽ പാർക്കിൻസോൺസ്, അതിനെയാണ് നമ്മൾ
ഇഡിയോപ്പതിക് പാർക്കിൻസോൺസ് എന്ന് വിളിക്കുന്നത്. ഇത് കൂടാതെ തന്നെ വേറൊരു പാർക്കിൻസോണിസം കൂടിയുണ്ട്, അതാണ് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് പാർക്കിൻസോണിസം. ഈ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് പാർക്കിൻസോണിസിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മരുന്ന് കഴിക്കുമ്പോൾ ചില മെഡിസിൻസ് കൊടുക്കുമ്പോൾ കോളിനർജിക് ഡ്രഗ്സ് ഒക്കെ കൊടുക്കുമ്പോൾ അസിറ്റൈൽ കോളിന്റെ അളവ് ബ്രെയിനിൽ ഒരുപാട് കൂടും. ഓക്കെ, അപ്പൊ പേഷ്യന്റ് എന്തോരും പാർക്കിൻസൺസ് മാതിരി പ്രസന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതിന്റെ ട്രീറ്റ്മെന്റ് നമ്മൾ എന്താ കൊടുക്കേണ്ടത്? ഡ്രഗ് ഇൻഡ്യൂസ്ഡ് പാർക്കിൻസോൺസിൽ എന്താ ഉണ്ടാവുന്നത്? ചില മെഡിസിൻസ് കാരണം അസിറ്റൈൽ കോളിന്റെ അളവ് ബ്രെയിനിൽ കൂടുന്നു. അപ്പൊ ഇത് ട്രീറ്റ് ചെയ്യാൻ നമ്മൾ കൊടുക്കേണ്ടത് എന്താണ്? ഡോപ്പമിൻ അല്ല, അസിറ്റൈൽ കോളിന്റെ അളവ് കൂടുന്നല്ല പ്രശ്നം. അല്ല, സെൻട്രലി ആക്ടിങ്, അതെ, സെൻട്രലി ആക്ടിങ് ആന്റി കോളിനർജിക്സ്. അതിന്റെ പേരെന്തും കൂടി പറഞ്ഞേ, അതായത് ട്രൈഹെക്സിഫെനിഡിൽ. അറ്റ്ലീസ്റ്റ് ഒരു ഔട്ട്ലൈൻ കിട്ടിയില്ലേ ഡ്രഗ്സിന്റെ? എളുപ്പമല്ലേ? ഡോപ്പമിന്റെ അളവ് കൂട്ടുന്ന ഡ്രഗ്സ്, അസിറ്റൈൽ കോളിന്റെ അളവ് കുറയ്ക്കുന്ന ഡ്രഗ്സ്, വളരെ എളുപ്പമല്ലേ? എല്ലാത്തിന്റെ ഒരു സൈഡ് എഫക്ട്സ്, ഇമ്പോർട്ടൻറ്റ് സൈഡ് എഫക്ട്സ് ഓർത്ത് വയ്ക്കുക, മെക്കാനിസം ഓഫ് ആക്ഷൻ അറിയാം, എവിടെ ആക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാം. ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് അടുത്തൊരു ടോപ്പിക് അടുത്തത് നമുക്കൊരു ആൽക്കഹോളിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, ആൽക്കഹോളിനെ കുറിച്ച്. ആൽക്കഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തനോളിന് നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ നമുക്ക് കുറേ യൂസ് ഉണ്ട് അല്ലേ? നമുക്കൊരു ഡിസ്ഇൻഫെക്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഇത് കൂടാതെ തന്നെ വേറെ കുറച്ച് യൂസ് പറയാമോ നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ ആൽക്കഹോളിന്റെ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് ഈ ഒരു സംഭവം ഉണ്ടെന്നൊക്കെ ആരെങ്കിലും ഇത് കേട്ടിട്ടുണ്ടോ? ഈ ആന്റിസെപ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യും. ഫസ്റ്റ് ആന്റിസെപ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യും. പിന്നെ നമ്മൾ ട്രൈജെമിനൽ ന്യൂറാലജി കേട്ടിട്ടുണ്ടോ? ട്രൈജെമിനൽ ന്യൂറാലജിയ നമ്മുടെ ഫേസിൽ ഭയങ്കര പെയിൻ ആയിരിക്കും പേഷ്യന്റിന് ഒരു കാറ്റടിച്ച വരെ ഫേസിൽ പെയിൻ വരും. അങ്ങനെ ഒരു കണ്ടീഷനാണ് ട്രൈജെമിനൽ ന്യൂറാലജിയ. ഇതിൽ നമ്മൾ എന്ത് ചെയ്യും? ആൽക്കഹോളിന്റെ ഇഞ്ചക്ഷൻ ഫേസിൽ ഇഞ്ചക്ട് ചെയ്യും. അപ്പൊ അവിടുത്തെ ട്രൈജെമിനൽ നെർവ് ഡെഡ് ആവും. അപ്പൊ പേഷ്യന്റ് പെയിൻ കുറയും. അപ്പൊ ഇതില് ആൽക്കഹോൾ ഇഞ്ചക്ഷൻ കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ആൽക്കഹോളിന്റെ യൂസ് വരുന്നത് എവിടെയാണ്? മെത്തനോൾ പോയ്സണിങ്ങിലാണ് അല്ലെ? മെത്തനോൾ പോയ്സണിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരും കേട്ടിട്ടുണ്ടോ ഈ മദ്യ ദുരന്തം എന്നൊക്കെ പറഞ്ഞിട്ട്? എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നോർമൽ ഇതില് ഇപ്പോ നമ്മളിപ്പോ ഇൻഡസ്ട്രിയിലൊക്കെ യൂസ് ചെയ്യുന്നതില് ആൾക്കാർ ചിലപ്പോൾ എത്തനോൾ അടിച്ചു മാറ്റിയിട്ട് അത് ഡ്രിങ്ക് ചെയ്യാറുണ്ട്, എത്തനോൾ. പക്ഷെ അതിന്റെ കൂടെ എന്ത് ചെയ്യും? നമ്മുടെ ഒരു കളർ വരാനായിട്ട് ഇൻഡസ്ട്രിയിലൊക്കെ റിയേജൻസ് വെക്കുമ്പോൾ അതിലൊരു കളർ വരാനായിട്ട് മെത്തനോളും കൂടി ആഡ് ചെയ്യും. പക്ഷെ ആൾക്കാർ എന്ത് ചെയ്യും? ഇത് ചിലപ്പോൾ എടുത്തിട്ട് മദ്യത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതുകൊണ്ട് മദ്യം ഉണ്ടാക്കും. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഈ മദ്യ ദുരന്തം, ഈ സംഭവങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഈ മെത്തനോൾ ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള സാധനമാണ്. മെത്തനോൾ നമ്മുടെ ബോഡിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതെന്താവും? മെത്തനോൾ നമ്മുടെ ബോഡി മെറ്റബോളൈസ് ചെയ്തിട്ട് അത് ഫോർമാൽഡിഹൈഡ് ആക്കും. ഫോർമാൽഡിഹൈഡ് പോയിട്ട് ഫോർമിക് ആസിഡ് ആവും. ഓക്കെ, ഈ ഫോർമിക് ആസിഡ് ആണ് നമ്മുടെ കണ്ണിൽ പോയിട്ട് ബ്ലൈൻഡ്നെസ് ഉണ്ടാക്കും അല്ലെ? റെറ്റിനൽ ഡാമേജ് ഉണ്ടാക്കും. മെയിനായിട്ട് റെറ്റിനൽ ഡാമേജ് ഉണ്ടാക്കും. അതുകൊണ്ടല്ലേ കാഴ്ച പോയി എന്ന് പറയാറില്ല? ഈ ഇങ്ങനത്തെ ഒരു മദ്യം കഴിച്ചിട്ട് കാഴ്ച പോയി എന്ന് പറയാറുള്ളത്. റെറ്റിനൽ ഡാമേജ് ഉണ്ടാക്കും. ഇതേമാതിരി തന്നെ റെസ്പിറേറ്ററി ഡിപ്രഷൻ ഉണ്ടാക്കും. ഓക്കെ, എന്താണ് മെത്തനോൾ എന്ന് പറയുന്ന ഒരു ഡ്രഗ് ഫോർമാൽഡിഹൈഡ് ആയി മാറും. ഫോർമാൽഡിഹൈഡ് ഫോർമിക് ആസിഡ് ആയി മാറും. ഓക്കെ, അപ്പൊ മെത്തനോൾ ടോക്സിക് ആയിട്ടുള്ള സംഭവം. നമ്മൾ എത്തനോൾ കുടിച്ചാൽ എന്താ ഉണ്ടാവുന്നത്? എത്തനോൾ ആണ് നമ്മൾ ഡ്രിങ്ക് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന സാധനം. എത്തനോൾ കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അസറ്റാൽഡിഹൈഡ് ആവും. അസറ്റാൽഡിഹൈഡ് പോയിട്ട് അസറ്റിക് ആസിഡ് ആവും. അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വിനീഗർ. അസറ്റിക് ആസിഡിനോട് വലിയ സൈഡ് എഫക്ട്സ് ഒന്നുമില്ലല്ലോ.
അല്ലേ? അപ്പൊ ഈ മെത്തനോൾ ഒരുപാട് കുടിച്ച് നമ്മൾ ടോക്സിക് ആയിട്ട് വരുന്ന ഒരു പേഷ്യന്റിന് മെത്തനോൾ ട്രീറ്റ്മെന്റ് നമ്മൾ എന്താ കൊടുക്കുക? പേഷ്യന്റിന് മെത്തനോൾ കുടിച്ചിട്ട്, മെത്തനോൾ ഒരു പേഷ്യന്റ് കഴിച്ചു, എന്തെങ്കിലും ഒരു രീതിയിൽ കഴിച്ചു. അപ്പൊ ഇങ്ങനെ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ പേഷ്യന്റ് ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? പേഷ്യന്റ് ഫസ്റ്റ് തന്നെ ഒരു ഡാർക്ക് റൂമിൽ പേഷ്യന്റ് ഡാർക്ക് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ കണ്ണിന് ഭയങ്കര പെയിൻ ആയിരിക്കും. എന്നിട്ട് പേഷ്യന്റ് എയർവേ ബ്രീത്തിങ്ങും ഇതൊക്കെ ശരിയാക്കണം. എന്നിട്ട് ഇതിന്റെ ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ മെത്തനോള് എന്താ ചെയ്യണം? ഫോർമാൽഡിഹൈഡായി മാറുന്ന എൻസൈമിന്റെ പേരെന്താണ്? ഒരു എൻസൈം ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ പേരാണ് ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ്. ഇതാക്കി മാറ്റുന്ന എൻസൈമിന്റെ പേരാണ് ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ്. ഫോർമാൽഡിഹൈഡ് ഫോർമിക് ആസിഡായി മാറ്റുന്ന എൻസൈമിന്റെ പേരെന്താണ്? ആൽഡിഹൈഡ് ഡീഹൈഡ്രോജനേസ്. രണ്ട് എൻസൈമിന്റെ പേരെന്ന് പറയാമോ? മെത്തനോളിന് ഫോർമാൽഡിഹൈഡ് ആക്കുന്ന എൻസൈമിന്റെ പേരെന്താണ്? ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ്. ഫോർമാൽഡിഹൈഡിന് ഫോർമിക് ആസിഡ് ആക്കുന്ന എൻസൈമിന്റെ പേരെന്താണ്? ഡീഹൈഡ്രോജനേസ്. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ഈ ഒരു എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്താൽ പോരെ? ഈ ഒരു എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെത്തനോള് ഫോർമിക് ആസിഡ് ആവും. ഫോർമിക് ആസിഡ് അല്ലേ ഡെഡ്ലി ഉള്ളൊരു സാധനം? ഫോർമിക് ആസിഡ് ഉണ്ടാവില്ലല്ലോ. ഈ ഒരു എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്താൽ പോരെ? അല്ലേ? ട്രീറ്റ്മെന്റ് ഇപ്പോ ഈ രണ്ട് എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്താൽ പോരെ? അപ്പോ നമ്മൾ ഇതിനെ ഇൻഹിബിറ്റ് ചെയ്യാണ്ട് തന്നെ വേറൊരു കാര്യം ചെയ്യുന്നു. ഇൻഹിബിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സംഭവം, ഒരു ഡ്രഗ് ഉണ്ട്, അതിന്റെ കാര്യം ഞാൻ പറയാം. പക്ഷെ അതിനു മുന്നേ എത്തനോളിനെ അസിറ്റാൽഡിഹൈഡ് ആക്കുന്ന എൻസൈമിന്റെ പേരെന്താണ്? ആ എൻസൈമിന്റെ പേരും ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ് തന്നെയാണ്. അസിറ്റാൽഡിഹൈഡിന് അസിറ്റിക് ആസിഡ് ആവുന്ന ഡ്രഗിന്റെ പേരെന്താണ്? എൻസൈമിന്റെ പേരെന്താണ്? അതും ആൽഡിഹൈഡ് ഡീഹൈഡ്രോജനേസ് ആണ്. ക്ലിയർ ആണോ? അതായത് മെത്തനോൾ, എത്തനോൾ. മെത്തനോൾ എന്തായി മാറുന്നു എന്ന് പറയോ? മെത്തനോൾ എന്തായിട്ടാ മാറുന്നത്? Formaldehyde. എത്തനോൾ എന്തായി മാറുന്നു? Acetaldehyde. ഫോർമാൽഡിഹൈഡ് പിന്നെ എന്തായി മാറുന്നു? ഫോർമിക് ആസിഡ്. Formic acid. അസിറ്റാൽഡിഹൈഡ് എന്തായി മാറുന്നു? അസെറ്റിക് ആസിഡ്. ഇതിന്റെ എൻസൈമിന്റെ പേരെന്താണ്? ഈ ഒരു രണ്ട് റിയാക്ഷനും ആൽക്കഹോളിന് നമ്മൾ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? മെത്തനോൾ പോയിസണിങ് ആയതുകൊണ്ട് നമ്മൾക്ക് എത്തനോൾ കൊടുത്തു നിൽക്കാം. അപ്പോ യൂഷ്വലി ഇപ്പൊ 100 മെത്തനോൾ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ 100 ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ് വേണ്ടേ ഇത് മെറ്റബോളൈസ് ചെയ്യാനായിട്ട്? പക്ഷെ നമ്മളൊരു എത്തനോള് നമ്മളൊരു 100 കൂടി കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും? 50 എണ്ണം എത്തനോൾ എടുക്കും, 50 എണ്ണ മെത്തനോൾ എടുക്കും. അല്ല, ഇപ്പൊ നേരെ പകുതി കോൺസെൻട്രേഷൻ കുറഞ്ഞില്ലേ ഫോമിക് ആസിഡ് ആക്കി ഉണ്ടാകുന്നത്? കാരണം നമ്മളിപ്പോ മെത്തനോൾ കൊടുത്താലും എത്തനോൾ കൊടുത്താലും ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ് വേണം. അപ്പൊ ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ് നമ്മൾ എത്തനോൾ കൊടുത്തു കഴിഞ്ഞാൽ എത്തനോൾ ഈ ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസിന് എടുക്കുന്നു. ക്ലിയർ ആണോ? അതുകൊണ്ടാണ് നമ്മൾ മെത്തനോൾ പോയിസണിങ്ങിൽ നമ്മൾ പ്യുവർ ആൽക്കഹോൾ കൊടുക്കുന്നത്, എത്തനോൾ കൊടുക്കുന്നത്. അതേമാതിരി തന്നെ ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസിനും എത്തനോൾ എടുത്തുകൊണ്ടു. എത്തനോളിന്റെ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യാനായിട്ട് ഇത് വേണമല്ലോ. അപ്പൊ കൂടുതലും ഇങ്ങോട്ട് പോകും. അപ്പൊ എന്തായി? ഫോമിക് ആസിഡ് കൂടുതൽ ഉണ്ടാവില്ല, അസറ്റിക് ആസിഡ് ഉണ്ടാവുന്നു കൂടുതലായിട്ട്. അസറ്റിക് ആസിഡ് ടോക്സിക് അല്ല, പക്ഷെ ഫോമിക് ആസിഡ് എന്ന് പറയുന്നത് ടോക്സിക് ആണ്, വില്ലനാണ്. ക്ലിയർ ആണോ? അല്ലെ? ഇനി വേറൊരു ഡ്രഗും കൂടി ഉണ്ട്. ആ ഡ്രഗ് ഞാൻ നേരത്തെ ചോദിച്ചില്ല, ഈ ആൽക്കഹോൾ ഡീഹൈഡ്രോജനെ ഇൻഹിബിറ്റ് ചെയ്താൽ പോരെ? ഈ ഒരു സംഭവത്തിന് ഇൻഹിബിറ്റ് ചെയ്താൽ പോരെ? ഇതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു ഡ്രഗ് ഉണ്ട്, അതിന്റെ പേരാണ് ഫോമിപിസോൾ. ഓക്കെ, എന്താണ് ഫോമിപിസോൾ?
ക്ലിയർ ആണോ? ഇപ്പൊ 2 ഡ്രഗ്സ് ആണ് മെത്തനോൾ പോയിസണിന്റെ ട്രീറ്റ്മെന്റിൽ കൊടുക്കുന്നത്. ഒന്ന് നമ്മുടെ ആൽക്കഹോൾ, രണ്ടാമത് ഫോമിപ്പിസോൾ. ആൽക്കഹോൾ, പ്യൂർ ആൽക്കഹോൾ എത്തനോൾ കൊടുത്തു കഴിഞ്ഞാൽ അത് കോമ്പീറ്റ് ചെയ്യും ആൽക്കഹോൾ ഡീഹൈഡ്രജനേസിന് വേണ്ടിയിട്ട്. അപ്പൊ എന്തുണ്ടാവും? ഫോമിക് ആസിഡ് ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഡയറക്ട്ലി നമുക്ക് ആൽക്കഹോൾ ഡീഹൈഡ്രജനേസ് ഇൻഹിബിറ്റ് ചെയ്യാം. ആ ഒരു ഡ്രഗിന്റെ പേരാണ് ഫോമിപ്പിസോൾ. ക്ലിയർ ആണോ? Yes. ക്ലിയർ ആണ്. ഇപ്പൊ നമ്മൾ പഠിച്ച മെത്തനോൾ പോയിസൺ. ഇനി നമുക്കിനി ആൽക്കഹോളിനെ കുറിച്ച് പഠിക്കാം. ആൽക്കഹോൾ ഈ ഒരു മെത്തനോൾ പോയിസണിങ് നല്ലതാണ്, പക്ഷെ ആൽക്കഹോൾ കാരണം ഒരു സംഭവമുണ്ട്. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കഹോൾ പോയിസണിങ് അഥവാ ഇൻടോക്സിക്കേഷൻ. പോയിസണിങ് എന്ന് വിളിക്കില്ല, നമ്മൾ ഇൻടോക്സിക്കേഷൻ, ഇൻടോക്സിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ഇൻടോക്സിക്കേഷൻ. രണ്ടാമത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽക്കഹോൾ പോയിസണിങ് അല്ല, ആൽക്കഹോൾ വിത്ഡ്രോവൽ. മൂന്നാമത് പറയുകയാണെങ്കിൽ ആൽക്കഹോൾ യൂസ് ഡിസോർഡർ. അപ്പൊ ഇതിന്റെയൊക്കെ ഒന്ന് വ്യത്യാസം പറയാമോ? ആൽക്കഹോൾ പോയിസണിങ് അല്ലെങ്കിൽ ആൽക്കഹോൾ ഇൻടോക്സിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മദ്യം കുടിച്ചിട്ട് പേഷ്യന്റ് ആൽക്കഹോൾ ചെറിയ ഡോസിൽ നിന്ന് എന്ത് ചെയ്യും? നമ്മുടെ CNS-നെ സ്റ്റിമുലേറ്റ് ചെയ്യും. പക്ഷെ കുറച്ച് ഹൈ ഡോസിലാണെങ്കിലോ, ഹൈ ഡോസിൽ വന്നിട്ടുണ്ടെങ്കിൽ CNS-നെ ഡിപ്രസ് ചെയ്യും. അല്ലേ? അപ്പൊ പേഷ്യന്റ് എങ്ങനെയാണ്, ഒരുപാട് മദ്യം കുടിച്ചിട്ടുള്ള പേഷ്യന്റ് എങ്ങനെയാണ് വരിക? വൊമിറ്റിംഗ്, ഒരു ബോധമില്ല, ഡിസോറിയന്റഡ്, CNS ഡിപ്രഷൻ, റെസ്പിറേറ്ററി ഡിപ്രഷൻ ഒക്കെ ആയിട്ടാണ് പേഷ്യന്റ് വരിക. അല്ലെ? ഈ പേഷ്യന്റിനെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുക? ഇങ്ങനെ വരുന്ന ഒരു പേഷ്യന്റ് നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുക? ഇങ്ങനെ വരുന്ന പേഷ്യന്റ് നമ്മൾ എയർവേ ഫസ്റ്റ് കറക്റ്റ് ആണ്, ബ്രീത്തിങ് ഉണ്ടോ എന്ന് നോക്കണം, എയർവേ ബ്രീത്തിങ് സർക്കുലേഷൻ ഒക്കെ നമ്മൾ നോക്കണം. പക്ഷെ അത് കൂടാതെ നമ്മൾ കൊടുക്കുന്നതാണ് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഡെക്സ്ട്രോസ്. കാരണം എന്താ, പേഷ്യന്റ് ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാവും, ഹൈപ്പോഗ്ലൈസീമിയ ഉള്ളതുകൊണ്ട് അത് കൊടുക്കണം. പ്ലസ് ഇത് മാത്രം കൊടുത്തിട്ട് കാര്യമില്ല, ഇതിന്റെ കൂടെ നമ്മൾ വൈറ്റമിൻ B1 തയാമിനും കൂടി കൊടുക്കണം, തയാമിൻ ഇഞ്ചക്ഷൻ കൂടി കൊടുക്കണം. അപ്പോൾ ആൽക്കഹോൾ ഇൻടോക്സിക്കേഷന്റെ ട്രീറ്റ്മെന്റ് എന്താണ്? നമ്മൾ മെയിൻ ആയിട്ട് ഡ്രഗ്സ് പിടിക്കുമ്പോൾ ഗ്ലൂക്കോസ് പ്ലസ് തയാമിൻ. എന്താണ് ഡ്രഗ് ഇൻടോക്സിക്കേഷൻ എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് ഒരുപാട് ആൽക്കഹോൾ കുടിച്ച് ബോധമില്ലാത്തൊരവസ്ഥയിൽ വരികയാണെങ്കിൽ നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്? ആദ്യം എയർവേ ബ്രീത്തിങ് സർക്കുലേഷൻ ഒക്കെ കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ ഗ്ലൂക്കോസും കൊടുക്കണം, തയാമിനും കൊടുക്കണം, IV ഫ്ലൂയിഡ്സും കൊടുക്കണം. ക്ലിയർ ആണോ? ആൽക്കഹോൾ വിഡ്രോവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് പുറത്തൊക്കെ പോകുന്ന ആൾക്കാർ ഇത് പഠിക്കണേ. കാരണം ഇത് ആൽക്കഹോൾ വിഡ്രോവലിന്റെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ആൽക്കഹോൾ വിഡ്രോവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ നാൾ മദ്യം കഴിക്കുന്ന ഒരാള് പെട്ടെന്ന് മദ്യം കിട്ടാണ്ട് വന്നു. അതായത് എന്താണ് എഴുതേണ്ടത് നമ്മളിവിടെ? സഡൻ സ്റ്റോപ്പേജ് ഓഫ് ആൽക്കഹോൾ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പേഷ്യന്റ് ഭയങ്കര വയലന്റ് ആയിട്ട് വരും. പേഷ്യന്റ് വയലന്റ്, ആങ്ഷ്യസ് ആയിട്ട് നമ്മൾ എമർജൻസിയിൽ കൊണ്ടിട്ടില്ലേ, ആങ്ഷ്യസ് ആയിട്ട് ആൾക്കാർ അടിക്കാനൊക്കെ വരിക, അങ്ങനെയാണ് പേഷ്യന്റ് വരിക. ഇവിടെ ഫസ്റ്റ് കേസിൽ എന്താണ്, പേഷ്യന്റ് തളർന്ന് ഛർദ്ദിച്ചിട്ടാണ് വരിക. രണ്ടാമത്തെ കേസിന്റെ പേഷ്യന്റ് വയലന്റ്, ആങ്ഷ്യസ് ഒക്കെ ആയിട്ടാണ് വരിക. ഇതിന്റെ ട്രീറ്റ്മെന്റ് ഡ്രഗ് ഓഫ് ചോയ്സ് എന്താണ്? ഇതാണ് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ. ഡ്രഗ് ഓഫ് ചോയ്സ് എന്താണ്? പേഷ്യന്റ് ആങ്ഷ്യസും വയലന്റ് ആയിട്ട് വരിക, പേഷ്യന്റ് കാം ചെയ്യണം. പേഷ്യന്റ് നമ്മൾ കാം ചെയ്യണം. കാം ചെയ്യാനായിട്ട് ഡ്രഗ് കൊടുക്കേണ്ടത് എന്താണ്? ബെൻസോ ഡയസെപ്പീൻസ്. അത് നമ്മൾ ഡയാസെപ്പം, ലോറാസെപ്പം ഒക്കെ ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്കില്ലേ? ലോറാസെപ്പം ഒക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത്, അല്ലേ? ഡയാസെപ്പം, ലോറാസെപ്പം ഒക്കെയാണ് കൊടുക്കുന്നത് കാം ചെയ്യാനായിട്ട്. ഇത് രണ്ടും നമ്മൾ വ്യത്യാസം മനസ്സിലായോ? ഇനി ആൽക്കഹോൾ യൂസ് ഡിസോർഡർ. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഡെയിലി കുടിച്ചു വരികയാണ്. ഇപ്പൊ ഒരാള് എന്നും മദ്യപിച്ച് വരികയാണ്. അപ്പൊ ആൾക്ക് മദ്യം ഇല്ലാണ്ട് ആൾക്ക് കണ്ണു തുറക്കാൻ പറ്റില്ല, ആൽക്കഹോൾ ഇല്ലാണ്ട് ആളുടെ റൂട്ടീൻ ടാസ്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ആൽക്കഹോൾ യൂസ് ഡിസോർഡർ. നമുക്ക് ആൽക്കഹോൾ യൂസ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ പേഷ്യന്റിന് വെള്ളമടി നിർത്താൻ നോക്കണം, അല്ലെ? നമ്മുടെ എയിം എന്താണ്? ടു സ്റ്റോപ്പ് ആൽക്കഹോൾ അല്ല ഇവിടെ
ഉണ്ട്. അപ്പൊ മിക്കതും വൈഫൊക്കെ ആയിരിക്കും കൊണ്ടുവരിക, അല്ലെങ്കിൽ ആളുടെ പാർട്ട്ണർ ആയിരിക്കും കൊണ്ടുവരിക. ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പേഷ്യന്റിന് ആൽക്കഹോൾ കുടി നിർത്തണം, വെള്ളമടി നിർത്തുന്നു. അപ്പൊ വെള്ളമടി നിർത്താനായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ഡ്രഗ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്കിപ്പോ ഡ്രഗ് നിർത്തണമെങ്കിൽ, അപ്പൊ ഇത് ആൽക്കഹോൾ യൂസ് ഡിസോർഡറിൽ നമ്മൾ കൊടുക്കേണ്ട ഡ്രഗ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് തന്നെ നമ്മൾ ഡ്രഗ്സിനെക്കാട്ട് മുന്നേ പേഷ്യന്റ് കൗൺസിലിംഗ് കൊടുക്കണം. എന്താണ് ഈ ആൽക്കഹോളിന്റെ യൂസിനെ പറ്റിയുള്ള പ്രശ്നങ്ങൾ നമ്മൾ കൗൺസിൽ ചെയ്യണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പിലാണ് നമ്മൾ ഡ്രഗ്സ് കൊടുക്കുന്നത്. അപ്പൊ ഡ്രഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറെ ഡ്രഗ്സ് ഉണ്ട്. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു മെയിൻ സംഭവമാണ് ആൽക്കഹോൾ അവേർഷൻ തെറാപ്പി. എന്ന് പറഞ്ഞ ഒന്നുമില്ല, ആൽക്കഹോളിനോട് പേഷ്യന്റിന് വെറുപ്പ് തോന്നും ഈ ഒരു ഡ്രഗ് കഴിച്ചു കഴിഞ്ഞാൽ. ആൽക്കഹോളിനോട് അവേർഷൻ തോന്നും. എന്താണ് ആൽക്കഹോൾ അവേർഷൻ തെറാപ്പി എന്ന് വിളിക്കും. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടി ഒന്ന് റിവൈൻഡ് അടിക്കണം. ആൽക്കഹോൾ, അതായത് എത്തനോൾ അല്ലെ, എത്തനോൾ എന്തായി മാറുന്നു? അസറ്റാൽഡിഹൈഡ് അല്ലെ. അസറ്റാൽഡിഹൈഡ് എന്തായിട്ട് മാറുന്നു? അസറ്റിക് ആസിഡ്. ഓക്കെ, അസറ്റിക് ആസിഡ്. ഇവിടുത്തെ എൻസൈം എന്താണ്? ഫസ്റ്റ് എൻസൈം എന്താണ്? ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ്. ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ്. ഡീഹൈഡ്രോജനേസ്. രണ്ടാമത്തെ എൻസൈം എന്താണ്? ആൽഡിഹൈഡ് ഡീഹൈഡ്രോജനേസ്. Dehydrogenation. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അസറ്റിക് ആസിഡ് ടോക്സിക് അല്ല. പക്ഷേ ഞാനിപ്പോ ഈ ഒരു ആൽഡിഹൈഡ് ഡീഹൈഡ്രോജനേസിനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ, ഇപ്പോൾ മദ്യം കഴിക്കുന്ന ഒരാളാണെങ്കിൽ ആളുടെ ശരീരത്തിൽ അസറ്റാൽഡിഹൈഡിന്റെ അളവ് കൂടും. ഓക്കെ, ഈ അസറ്റാൽഡിഹൈഡിന്റെ അളവ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ അസറ്റാൽഡിഹൈഡിന് കുറെ പ്രത്യേകതയുണ്ട്. പേഷ്യന്റിന് അസറ്റാൽഡിഹൈഡ് പേഷ്യന്റ് ബോഡിയിൽ കൂടി കഴിഞ്ഞാൽ പേഷ്യന്റ് വൊമിറ്റ് ചെയ്യാൻ തോന്നും. പേഷ്യന്റ് ഭയങ്കര സിവിയർ ഹെഡേക്ക് വരും, ഹാർട്ട് റേറ്റ് ഭയങ്കരമായിട്ട് കൂടും, ടാക്കിക്കാർഡിയ വരും. ഓക്കെ, പാൽപിറ്റേഷൻ വരും, നെഞ്ച് ഇങ്ങനെ അടിക്കുന്ന മാതിരി തോന്നും, ശ്വാസം മുട്ടും, ബ്രെത്ത്ലെസ്നെസ് വരും. അപ്പൊ പേഷ്യന്റ് ഈ ഒരു മരുന്ന്, ഇപ്പൊ ഈ ഒരു ആൽഡിഹൈഡിനെ ഡീഹൈഡ്രോജനസ് ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു മരുന്നുണ്ട്. അതിന്റെ പേരാണ് ഡൈസൾഫിറാം. ഈ ഒരു ഡ്രഗ് ഡൈസൾഫിറാം എന്ന് പറഞ്ഞ ഡ്രഗ് കൊടുത്തു കഴിഞ്ഞാൽ പേഷ്യന്റ് ശരീരത്തിൽ എന്തിന്റെ അളവ് കൂടും? അസറ്റാൽഡിഹൈഡിന്റെ അളവ് കൂടും. അസറ്റാൽഡിഹൈഡിന്റെ അളവ് കൂടി കഴിഞ്ഞാൽ പേഷ്യന്റ് വൊമിറ്റ് ചെയ്യുന്നു, പേഷ്യന്റ് ചത്തു പോകുന്നു, അതായത് ഡെഡ് ആവുന്ന മാരത്തെ ഒരു ഫീലിംഗ് വരും. ഓക്കെ, വോമിറ്റിംഗ് വരും, ഹെഡേക്ക് വരും, ടാക്കിക്കാർഡിയ വരും, ബ്രെത്ത്ലെസ്നെസ് വരും. ഓക്കെ, അതുകൊണ്ട് പേഷ്യന്റ് ഈ ഒരു മരുന്ന് കഴിച്ചതിന് ശേഷം ആൽക്കഹോൾ കുടിച്ചതൊക്കെ തോന്നും. അപ്പൊ പിന്നെ പേഷ്യന്റിന് ആൽക്കഹോൾ, ഇത് യൂഷ്വലി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ വൈഫ് ആണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും അവർ അറിയാണ്ട് കൊടുക്കുകയാണ് അതും ചെയ്യാറില്ല, ഫുഡിൽ കലർത്തി കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പൊ പേഷ്യന്റ് ആൽക്കഹോൾ കുടിക്കുമ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഫീലിംഗ് വരുമ്പോൾ പേഷ്യന്റ് തന്നെ പിന്നെ ആൽക്കഹോൾ കുടിക്കാൻ തോന്നില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു റിയാക്ഷനെ വിളിക്കുന്നതാണ് ഡൈസൾഫിറാം റിയാക്ഷൻ അല്ലേ. ഈ ഒരു ഡ്രഗ് കൊടുത്ത് എങ്ങനെയാണ് വരുന്നത്. പക്ഷെ ഇപ്പൊ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല, ഇപ്പൊ നമ്മൾ അങ്ങനെ കൊടുക്കാൻ പാടില്ല. ആക്ച്വലി ഹസ്ബൻഡിനോടും പറഞ്ഞിരിക്കണം, അല്ലെങ്കിൽ വൈഫ് ആരാണോ കുടിക്കുന്നത് അവരുടെ അടുത്ത് പറഞ്ഞിരിക്കണം. എന്താണ്, അവരും കൂടി അറിഞ്ഞിട്ടാണ് ഈ ഡ്രഗ് കൊടുക്കാൻ പാടുള്ളൂ. പണ്ട് ഇങ്ങനെയില്ലായിരുന്നു. പണ്ട് പാർട്ട്ണർ ആരാണ് കുടിക്കുന്നത് അവരുടെ ഫുഡിൽ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഈ ഡൈസൾഫിറാം ലൈക്ക് റിയാക്ഷൻ കാണിക്കുന്ന, ഇപ്പൊ ഇതിനെ വിളിക്കുന്നത് ഡൈസൾഫിറാം റിയാക്ഷൻ. അപ്പൊ കുറച്ച് ഡ്രഗ്സ് ഡൈസൾഫിറാം ലൈക്ക് റിയാക്ഷൻ കാണിക്കും. ഫോർ എക്സാമ്പിൾ മെട്രോണിഡസോൾ കേട്ടിട്ടുണ്ടോ? നമ്മളിപ്പോ മെട്രോണിഡസോൾ കൊടുക്കുകയാണെങ്കിലും, മെട്രോണിഡസോൾ കോമൺലി യൂസ് ചെയ്യുന്ന ആന്റിബയോട്ടിക് അല്ലേ. ഈ മെട്രോണിഡസോൾ കൊടുക്കുകയാണെങ്കിലും അത് ആൽഡിഹൈഡ് ഡീഹൈഡ്രോജനേസിനെ ഇൻഹിബിറ്റ് ചെയ്യും. അപ്പൊ അത് ഡൈസൾഫിറാം മാരത്തിലുള്ള റിയാക്ഷനെ കാണിക്കും. ഇപ്പൊ മെട്രോണിഡസോൾ കഴിക്കുന്ന ഒരു സമയത്ത് പേഷ്യന്റ് ആൽക്കഹോൾ എടുക്കാൻ പാടില്ല. ആൽക്കഹോൾ എടുക്കുകയാണെങ്കിൽ ഇതേ സിംറ്റംസ് തോന്നും. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന എൻസൈമിന്റെ പേരെന്താണ്? ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗിന്റെ പേരെന്താണ്? ഫോമിപ്പിസോൾ.
ഫോമിപ്പിസോൾ ആണ് കറക്റ്റ് ആൻസർ. ആൽക്കഹോൾ ഡീഹൈഡ്രേറ്റസിനെ ഡീഹൈഡ്രേഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന എൻസൈം ആണ് ഡൈസൾഫർ. രണ്ടും വെവ്വേറെ ട്രീറ്റ്മെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? Yes. ഓക്കെ. ഇനി ഡൈസൾഫറം അല്ലാണ്ട് വേറെ എന്തൊക്കെ ഡ്രഗ്സ് കൊടുക്കുന്നത് ചിലപ്പോൾ ഈ എൻട്രൻസ് എക്സാംസിനൊക്കെ ചോദിക്കാം. അപ്പൊ നമുക്ക് ആൽക്കഹോൾ യൂസ് ഡിസോർഡറിന് നമ്മൾ കൊടുക്കുന്ന ഡ്രഗ്സ് ഫസ്റ്റ് ഡൈസൾഫറം. പഠിക്കാൻ എളുപ്പമാണ്. സെക്കൻഡ് നോക്കുകയാണെങ്കിൽ DNA എന്ന് പഠിച്ചാൽ DNA. D for disulfiram. N for naltrexone. Naltrexone എന്ന് പറഞ്ഞാൽ ഓപ്പിയോയിഡ് പോയിസണിംഗിൽ കൊടുക്കുന്ന സാധനമാണ്. ഇറ്റ് ഇസ് എൻ ഓപ്പിയോയിഡ് ആന്റഗോണിസ്റ്റ്. ഓക്കെ. പിന്നെ A വെച്ചൊരു ഡ്രഗ് ഉണ്ട്, അക്കാംപ്രോസേറ്റ്. ഇനി നമ്മൾ പഠിക്കുന്ന രണ്ട് ഡ്രഗും കൂടി ഉണ്ട്. അത് വേണം നമുക്ക് OT എന്ന് പറഞ്ഞ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞവർ പഠിക്കാം. O എന്ന് പറഞ്ഞാൽ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഒണ്ടാൻസെട്രോൺ. T എന്ന് പറഞ്ഞാൽ ടോപ്പിറാമേറ്റ്. ഓക്കെ. അപ്പൊ എന്താണ് DNA OT എന്ന് വേണമെങ്കിൽ ഓർത്ത് വയ്ക്കാം. D സ്റ്റാൻഡ്സ് ഫോർ ഡൈസൾഫിറാം, N സ്റ്റാൻഡ്സ് ഫോർ നാൽട്രെക്സോൺ, A സ്റ്റാൻഡ്സ് ഫോർ അക്കാംപ്രോസേറ്റ്. ഓക്കെ. OTയുടെ O സ്റ്റാൻഡ്സ് ഫോർ ഒണ്ടാൻസെട്രോൺ, നമ്മുടെ ആന്റിഎമറ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനം ടോപ്പിറാമേറ്റ്. ഓക്കെ. അപ്പൊ ഇതിന്റെ ആക്ഷൻ മെക്കാനിസം ഓഫ് ആക്ഷൻ നാൽട്രെക്സോണിന്റെ എന്തായാലും പഠിച്ചേ പറ്റൂ. ഓപ്പിയോഡ് ആന്റഗോണിസ്റ്റ് ആണ്. ഡൈസൾഫറത്തിന്റെ നമ്മൾ പഠിച്ചു, ആൽഡിഹൈഡ് ഡീഹൈഡ്രജനസിനെ ഇൻഹിബിറ്റ് ചെയ്യാണ്. ഇത് മൂന്നിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു കുറെ ഡിഫറെന്റ് ആക്ഷൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ബാലൻസസ് ഡോപ്പമിൻ ആൻഡ് സെറോട്ടോണിൻ ലെവൽസ് ഇൻ ദ ബ്രെയിൻ. കാരണം നമ്മൾ ആൽക്കഹോൾ കുടിക്കുമ്പോൾ ഈ സെറോട്ടോണിന്റെ അളവ് കൂടും. സെറോട്ടോണിൻ ഡോപ്പമിൻ ആണ് നമുക്ക് നമ്മുടെ ശരീരത്തിൽ റിവാർഡ് ഉണ്ടാക്കുന്നത്, ഹാപ്പിനെസ് ഉണ്ടാക്കുന്നത്. ഇതിന്റെ ബാലൻസ് ഒന്ന് നോർമലൈസ് ചെയ്യുന്ന കുറച്ച് ഡ്രഗ് ആണ് അക്കാംപ്രോസേറ്റ്, ഒണ്ടാൻസെട്രോൺ, ടോപ്പിറാമേറ്റ്. ക്ലിയർ ആണോ? Yes, sir. ഓക്കെ. ക്ലിയർ ആണ്. അപ്പോൾ ഇതൊന്നും ഓർത്ത് വയ്ക്കട്ടെ. ഡ്രഗ്സിന്റെ പേര് ആൽക്കഹോൾ ഡീഹൈഡ്രേഷൻ, മെത്തനോൾ പോയ്സണിങ്, ഈ എത്തനോൾ ആൽക്കഹോൾ യൂസ് ഡിസോർഡേഴ്സ്, ഇതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കും. ഓക്കെ. നമുക്കിനി ഒരു ചെറിയൊരു ടോപ്പിക് കൂടി നോക്കാം. ഓക്കെ. എപ്പിലെപ്സി എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പിലെപ്സി സീഷർ. എപ്പിലെപ്സി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ എന്താണ് അബ്നോർമൽ ഡിസ്ചാർജ് ഉണ്ടാവുകയെന്ന് ചെയ്യുന്നത്. എന്താണ് നമ്മുടെ ബ്രെയിനിലെ അബ്നോർമൽ ആയിട്ട് ഡിസ്ചാർജ് ഉണ്ടാവുകയെന്ന് ചെയ്യുന്നത്. ഇലക്ട്രിക്കൽ ഇമ്പൾസ് ബ്രെയിനിൽ അബ്നോർമലി ഉണ്ടാവും. ഓക്കെ. അതിനെയാണ് നമ്മൾ എപ്പിലെപ്സി എന്ന് വിളിക്കുന്നത്. അപ്പൊ എപ്പിലെപ്സി ഉള്ള ആൾക്കാർക്ക് ഈ അപസ്മാരം എന്ന് പറയും. നമ്മുടെ എപ്പിലെപ്സിയുടെ കുറെ ടൈപ്സ് ഉണ്ട്. ഒരു ടൈപ്പാണ് ജനറലൈസ്ഡ് ടോണിക് ക്ലോണിക് സീഷർ. അതായത് പേഷ്യന്റ് കൈയും കാലും പെട്ടെന്ന് ടൈറ്റ് ആവും, ടോൺ കൂടും, പിന്നെ പേഷ്യന്റ് ഇങ്ങനെ വരയ്ക്കാൻ തുടങ്ങും. ഇതെന്താണ് ജനറലൈസ്ഡ് ടോണിക് ക്ലോണിക് സീഷർ. പിന്നെ വേറൊരു സീഷർ ഉണ്ട്, അതിനെയാണ് നമ്മൾ ആബ്സെൻസ് സീഷർ എന്ന് വിളിക്കുന്നത്. ആബ്സെൻസ് സീഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുഞ്ഞു പിള്ളേരിലാണ് കാണാറ്, സ്കൂൾ ഗോയിങ് ചിൽഡ്രനിലാണ് കാണാറ്. പെട്ടെന്ന് കുട്ടികൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, പെട്ടെന്ന് ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ സ്റ്റെയർ ചെയ്തിരിക്കും. സ്റ്റെയറിംഗ് ലുക്ക് ആയിരിക്കും. എന്തായിരിക്കും? സ്റ്റെയറിംഗ് ലുക്ക്. ചിലപ്പോൾ 2 to 3 സെക്കൻഡ്സിലേക്ക് ഉണ്ടാവുള്ളൂ. പക്ഷെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സീഷർ വന്ന കാര്യമാണ്. ആ കുട്ടിക്ക് പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോ യൂഷ്വലി ഇത് ടീച്ചർമാർ കംപ്ലൈന്റ് ചെയ്യാറുള്ളത്. ടീച്ചർമാർ കംപ്ലൈന്റ് ചെയ്യും, എന്താണ് കുട്ടി ചിലപ്പോ കുറച്ച് സെക്കൻഡിലേക്ക് എങ്ങോട്ടോ നോക്കിയിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഈ ലോകത്ത് നിന്നുള്ള കോൺസെൻട്രേഷൻ ഒന്നും ഇല്ലാണ്ട് വേറെ എവിടേക്കോ എന്തോ ചിന്തിച്ചിരിക്കുന്നുണ്ടാവും. ഈ കുട്ടിയുടെ അക്കാഡമിക് പെർഫോമൻസ് കുറയുന്നതായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. ഇത് കൂടുതലും ടീച്ചേഴ്സ് ആണ് റിപ്പോർട്ട് ചെയ്യാറുള്ളത്. അപ്പൊ ഇതിനെയാണ് ആബ്സെന്റ് സീഷർ എന്ന് വിളിക്കാറുള്ളത്. ഓക്കെ. അപ്പൊ നമ്മുടെ ബ്രെയിനിലത്തെ ആക്ടിവിറ്റി കൂടുന്നതാണ്. ബ്രെയിനിൽ അബ്നോർമൽ ഡിസ്ചാർജുകൾ ഉണ്ടാവും. അതാണ് നമ്മുടെ ഈ എപ്പിലെപ്സി എന്ന് പറയുന്ന ഒരു പ്രോബ്ലം, അല്ലെ?
അപ്പൊ നമുക്ക് ബ്രെയിനിൽ ആക്ടിവിറ്റി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ ഒരു ന്യൂറോൺ എടുക്കുകയാണെങ്കിൽ, ഇതൊരു ന്യൂറോൺ ആണെങ്കിൽ ഈ ന്യൂറോണിന്റെ ഉള്ളിൽ നിന്ന് ഡിസ്ചാർജ് വരുന്നതല്ല, ഡിസ്ചാർജ് കൂടുന്നതാണ് പ്രശ്നം. അല്ല, അബ്നോർമൽ ഡിസ്ചാർജ് ഉണ്ടാവും. അതുകൊണ്ട് ബ്രെയിനിൽ ഫുള്ള് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടാണ് പേഷ്യന്റ് ഇങ്ങനെ ഒരു ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് ഒക്കെ കാണിക്കുന്നത്, അല്ലെ? അപ്പൊ ഈ ഡിസ്ചാർജ് കുറയ്ക്കണമെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ കുറെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. അപ്പൊ ബ്രെയിനിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ബ്രെയിനിൽ നിന്നൊരു സിഗ്നൽ ഇങ്ങോട്ട് വരുവാണെങ്കിൽ അടുത്തൊരു ന്യൂറോണിൽ, ഇതൊരു അടുത്ത ന്യൂറോൺ ആണെങ്കിൽ ഇതിന്റെ ഉള്ളിലേക്ക് സിഗ്നൽ കയറണമെങ്കിൽ സോഡിയം എന്ന് പറയുന്ന ഒരു സാധനം ഉള്ളിലേക്ക് പോകണം. ഓക്കെ, ഇതാണ് നമ്മുടെ സോഡിയം ചാനൽ. അതാണ് സോഡിയം ചാനൽ. ഈ സോഡിയം ചാനൽ 3 രീതിയിലാണ് ഇരിക്കുക. ഒന്ന്, സോഡിയം ചാനൽ ഫസ്റ്റ് ഇരിക്കുന്നതാണ് ഇത് ഓപ്പൺ രീതി. ചില സമയത്ത് സോഡിയം ചാനൽ റെസ്റ്റ് ചെയ്തിരിക്കുമായിരിക്കും, അത് ഓപ്പണും അല്ല ക്ലോസും അല്ല. ചില സമയത്ത് അത് ഇൻആക്ടിവേറ്റഡ് സ്റ്റേറ്റ് ആണ്. ഓക്കെ, നിങ്ങൾ സോഡിയം ചാനൽ എടുത്തെങ്കിൽ സോഡിയം ചാനൽ 3 രീതിയിലാണ് ഇരിക്കുക. ഒന്ന് റെസ്റ്റിംഗ്, റെസ്റ്റിംഗിൽ ഒന്നും ഉണ്ടാവില്ല. ഓപ്പണിൽ തുറന്നിരിക്കും, തുറന്നിരുന്ന് കഴിഞ്ഞാൽ സോഡിയത്തിനുള്ളിലേക്ക് കടക്കാം. പിന്നെ ഇൻആക്ടിവേറ്റഡ് സ്റ്റേറ്റിൽ ഓൾമോസ്റ്റ് ക്ലോസ് ആയ മാതിരിയാണ്, ഇൻആക്ടിവേറ്റഡ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സോഡിയം ഉള്ളിലേക്ക് കടന്നാലും മാത്രമാണ് ഈ ഇമ്പൾസ് ഉള്ളിലേക്ക് പോവുള്ളൂ, ഈ ഒരു സിഗ്നൽ ഉള്ളിലേക്ക് പോവുള്ളൂ. അപ്പൊ ഈ സോഡിയത്തിനുള്ളിലേക്ക് കടക്കാണ്ടിരുന്നാൽ പോരെ. അപ്പൊ നമ്മൾ ഇതിനാണ് നമ്മൾ സോഡിയം ചാനലിനെ നമ്മൾ എന്ത് ചെയ്യും? ഈ ഓപ്പൺ രീതിയിൽ നിന്ന് നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യും? ഇൻആക്ടിവേറ്റഡ് രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യും. എന്താണ് ചെയ്യാൻ പോണേ? സോഡിയം ചാനലിനെ ഓപ്പണിൽ നിന്ന് ഇൻആക്ടിവേറ്റഡ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. അതായത് ഓപ്പണിൽ നിന്ന് ക്ലോസ് ആക്കുന്നു. ഓക്കെ, അപ്പൊ ഈ സോഡിയം ചാനലിനെ ക്ലോസ് ആക്കി കഴിഞ്ഞാൽ ഇമ്പൾസ് നടക്കില്ല. ഓക്കെ, ഇതേമാതിരി തന്നെ കാൽഷ്യം ഉള്ളിലേക്ക് വരുന്നു. അപ്പൊ നമ്മൾ കാൽഷ്യം ചാനലിനെ ബ്ലോക്ക് ചെയ്ത് എന്തുണ്ടാവും? ഈ ഒരു കാൽഷ്യം ചാനലുണ്ട്, ന്യൂറോണിലുള്ള കാൽഷ്യം ചാനലിന്റെ പേരാണ് ടി ടൈപ്പ് കാൽഷ്യം ചാനൽ. ഈ ഒരു ചാനലിനെ ഇൻഹിബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്പൾസ് ഉള്ളിലേക്ക് കടക്കാൻ പറ്റില്ല. ക്ലിയർ ആണോ? അപ്പൊ ഫസ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? സോഡിയം ചാനലിനെ ബ്ലോക്ക് ചെയ്യുക. സെക്കൻഡ് ഓപ്ഷൻ എന്താണ്? കാൽഷ്യം ചാനൽ. കാൽഷ്യം ചാനലിനെ ബ്ലോക്ക് ചെയ്യുക, അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് പിന്നെ ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ നേരത്തെ ഈ സെഡേറ്റീവ്സും ഹിപ്നോട്ടിക്സും ഒക്കെ പഠിച്ചില്ലേ? ബെൻസോഡയസെപ്പീൻസ്, ബാർബിട്രേറ്റ്സ് ഒക്കെ പഠിച്ചില്ലേ? അപ്പോ ഞാൻ പറയട്ടെ, ഇവിടെ നിന്ന് ഈ ഇമ്പൾസ് ഉണ്ടാക്കുന്നത് ഇതെന്തായിരിക്കും? ഇത് എക്സൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഇമ്പൾസ് അല്ലേ? ഇതേമാതിരി നമുക്ക് നെഗറ്റീവ് ഇമ്പൾസ് ഉണ്ടാക്കാൻ പറ്റും. ഈ നെഗറ്റീവ് ഇമ്പൾസ് ഉണ്ടാക്കുന്ന സാധനമാണ് ഗാബ. ഗാബ ഇസ് എ ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ. ഗാബ എന്താണ്? ഗാബ ഇസ് എ ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ. അപ്പൊ ഗാബയുടെ അളവ് കൂട്ടിയാൽ പോരെ? ഗാബയുടെ അളവ് കൂട്ടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? കൂടുതൽ അപ്പുറത്തെ ന്യൂറോൺ എക്സൈറ്റ് ആവില്ല, ഇൻഹിബിറ്റ് ആവും. നമ്മുടെ കയ്യിൽ ഇപ്പൊ എന്തൊക്കെ ചാൻസ് ഉണ്ട്? നമുക്ക് ഒന്ന് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സോഡിയം ചാനലിനെ ഓപ്പണിൽ നിന്ന് ഇൻആക്ടിവേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം, അതായത് സോഡിയം ചാനലിനെ ബ്ലോക്ക് ചെയ്യാം, അല്ലെ? ഫസ്റ്റ് ഓപ്ഷൻ നമ്മുടെ കയ്യിൽ. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? കാൽഷ്യം ചാനലിനെ ബ്ലോക്ക് ചെയ്യാം. കാൽഷ്യം ചാനൽ എന്ത് ടൈപ്പ് കാൽഷ്യം ചാനലാണ്? ടി ടൈപ്പ് കാൽഷ്യം ചാനലിനെ ബ്ലോക്ക് ചെയ്യാം, രണ്ടാമത്തെ ഓപ്ഷൻ. മൂന്നാമത്തെ ഓപ്ഷൻ നമ്മുടെ കയ്യിൽ എന്താണുള്ളത്? ഗാബയുടെ അളവ് കൂട്ടാം, അല്ലേ? ക്ലിയർ ആണോ? സോഡിയം ചാനലിന്റെ ഇത് പഠിക്കാൻ എളുപ്പമാണ്, ഭയങ്കര എളുപ്പമാണ്. ഓക്കെ, സോഡിയം ചാനലിന്റെ ബ്ലോക്ക് ചെയ്യുന്ന ഡ്രഗ്സിന്റെ പേരെന്താണ്? സോഡിയം ചാനലിനെ ബ്ലോക്ക് ചെയ്യുന്ന ഡ്രഗ്സിന്റെ പേരെന്താണ്? നമ്മളിങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മളൊരു ഇലക്ട്രോണിക് വെഹിക്കിൾ എടുത്തു. ഓക്കെ, ഒരു EV എടുത്തു. EV എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് കാർ, EV ഇലക്ട്രോണിക് വെഹിക്കിൾ. ഇതെടുത്തു. നമ്മൾ എപ്പോഴും ഒരു കാർ വാങ്ങി കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ കൂടെ വാങ്ങേണ്ട സാധനമാണ് പോളിസി, POLC, പോളിസി. ഓക്കെ,
EV stands for ഈ കാൽഷ്യം ചാനൽ ബ്ലോക്ക് ചെയ്യുന്ന മെയിൻ ഡ്രഗിന്റെ പേരെന്താണ്? ഇത് പഠിച്ചിരിക്കുന്നത്, എല്ലാവരും പഠിച്ചിരിക്കണം. ഈത്തോസക്സിമൈഡ്. എന്താണ്? ഈത്തോസക്സിമൈഡ്. ഈ പേര് മറക്കരുത്, ഈത്തോസക്സിമൈഡ്. ഓക്കെ. വി ഫോർ വാൽപ്രോയിറ്റ്. വാൽപ്രോയിറ്റിന് കുറെ ആക്ഷൻ ഉണ്ട്, ഇതിന്റെ ഒരു ആക്ഷനാണ് വാൽപ്രോയിറ്റ്. ഓക്കെ. ഈ POLC എന്ന് പറഞ്ഞാൽ എല്ലാവരും കേട്ടിട്ടുണ്ട്. P സ്റ്റാൻഡ്സ് ഫോർ പി വെച്ചിട്ടുള്ള ആന്റി എപ്പിലെപ്റ്റിക് ഡ്രഗിന്റെ പേര് ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട സംഭവമാണ് ഫെനിറ്റോയിൻ. O സ്റ്റാൻഡ്സ് ഫോർ ഓക്സ് കാർബാമസെപ്പീൻ. L സ്റ്റാൻഡ്സ് ഫോർ ലാമോ. L സ്റ്റാൻഡ്സ് ഫോർ ആർക്കെങ്കിലും ഒന്ന് പറയാമോ? എല്ലോ വെച്ച് തുടങ്ങുന്ന ആന്റി എപ്പിലെപ്റ്റിക് ഡ്രഗിന്റെ പേര്? ലാമോട്രിജിൻ. Lamotrigine. C stands for carbamazepine. ഓക്കെ. നമ്മളൊരു ഇലക്ട്രോണിക് വെഹിക്കിൾ പോളിസി എടുത്തു, അങ്ങനെ ഒന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ. ഇനി ഗാബേർ അളവ് കൂട്ടുന്ന 2 ക്ലാസ് ഓഫ് ഡ്രഗ്സ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് ഡ്രഗ് എന്തായിരുന്നു? ബെൻസോഡയസെപ്പിൻ. ഓർമ്മയുണ്ടോ പഠിച്ചത്? ബെൻസോഡയസെപ്പിൻ. ബെൻസോഡയസെപ്പിന്റെ എക്സാമ്പിൾ എന്താണ്? ഡയാസെപ്പാം, ക്ലോറസെപ്പാം. ഓക്കെ. രണ്ടാമത് പഠിച്ച ക്ലാസ് ഓഫ് ഡ്രഗ്സ് ആണ് ബാർബിട്രേറ്റ്സ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ ഹിപ്നോട്ടിക് സെൻസഡൈറ്റീസിൽ ബെൻസോഡൈസെപ്പിനും ബാർബിട്രേറ്റ്സും ആണ് ഗാബേർ അളവ് കൂട്ടും. ബാർബിട്രേറ്റ്സിന്റെ എക്സാമ്പിൾ നമുക്ക് ഓർമ്മയില്ലേ? ഫീനോബാർബിറ്റോൺ, ഫെൻഡോബാർബിറ്റോൺ എക്സെട്ര. ഓക്കെ. പിന്നെ ഇത് കൂടാതെ തന്നെ 2 ഡ്രഗ്സ് നമ്മൾ പഠിക്കും. 2 അല്ല, കുറച്ച് ഡ്രഗ്സ് പഠിക്കും. ഫസ്റ്റ് ഡ്രഗിന്റെ പേരാണ് വി വെച്ചിട്ടാണ് മിക്ക ഡ്രഗ് എന്ന് പറയുന്നത്. വി സ്റ്റാൻഡ്സ് ഫോർ വാൽപ്രോയിറ്റ്. അടുത്ത വി സ്റ്റാൻഡ്സ് ഫോർ വിഗാബാട്രിൻ. പിന്നെ നമ്മൾ കോമൺലി എല്ലാവരും ഡയബറ്റീസ് ഒക്കെ ഉള്ള ഒരു ഡയബറ്റിക് ന്യൂറോപ്പതിക്ക് യൂസ് ചെയ്യുന്ന സാധനമാണ് ഗാബാപെന്റിൻ. പ്രിഗാബാലിൻ ഒക്കെ. ഗാബേർ അളവ് കൂട്ടുന്ന കുറച്ച് ഡ്രഗ്സിന്റെ പേരെന്ന് പറയാമോ? ഒന്ന് ബെൻസോഡയസെപ്പീൻസ്, കേൾക്കുന്നുണ്ടോ? പിന്നെ ബാർബിട്രേറ്റ്സ്, സോഡിയം വാൽപ്രോയേറ്റ്, വിഗാബാട്രിൻ, ഗാബാപെന്റിൻ, പ്രിഗാബാലിൻ. എളുപ്പമല്ല. അതേപോലെ സോഡിയം ചാനൽ ബ്ലോക്ക് ചെയ്യുന്ന ഡ്രഗ്സിന്റെ പേരെന്ന് പറയൂ? ഫെനിറ്റോയിൻ, ഓക്കെ. ഓക്സാർമസെറ്റിൻ, ലാമോട്രിജിൻ, കാർബാമസെറ്റിൻ. ഓക്കെ. അപ്പോ കാൽഷ്യം ചാനൽ ബ്ലോക്ക് ചെയ്യുന്ന ഡ്രഗ് ഇതോസക്സിമൈഡ്, വാൽപ്രോയിറ്റ്. ഓക്കെ. ഈ ഈത്തോസക്സിമൈഡ് എന്തായാലും പഠിക്കണം, കാരണം ദിസ് ഇസ് ദ ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ ആബ്സെന്റ് സീഷേഴ്സ്. ആ കുട്ടികളുള്ള ഞാൻ പറഞ്ഞില്ലേ, ആബ്സെന്റ് സീഷറിന്റെ ഡ്രഗ് ഓഫ് ചോയ്സ് ആണ്. ഓക്കെ. നമ്മൾ സാധാരണ ഒരു സീഷറിന് നമ്മൾ പേഷ്യന്റിന് നമ്മൾ ലെവി പില്ലൊക്കെ അല്ലേ കൊടുക്കുക. ഓക്കെ. അപ്പോ സാധാരണ സീഷറിനുള്ള സംഭവം എന്താണ്? ജനറലൈസ്ഡ് ടോണിക് സീഷേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് വാൽപ്രോയിറ്റ് ആണ്, അല്ലെ? സോഡിയം വാൽപ്രോയിറ്റ്. ഓക്കെ. സോഡിയം വാൽപ്രോയിറ്റ്. അപ്പൊ ഇതാണ് GTCS നമ്മൾ കൊടുക്കുക, ജനറലൈസ്ഡ് ടോണിക് സീഷേഴ്സിനുള്ള ഡ്രഗ്. മെയിൻ ഇതാണ് യൂസ് ചെയ്യുക. പക്ഷെ നമുക്ക് ഇതിൽ ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ ഫസ്റ്റ് വരുന്നത് ഫെനിറ്റോയിൻ ആണ്. ഓക്കെ. നമുക്ക് കുറച്ച് സൈഡ് എഫക്ട്സ് പഠിക്കാം. ഇതിന് മുന്നേ ഒരു ഡ്രഗും കൂടി ഉണ്ട്. ഇതൊരു ലേറ്റസ്റ്റ് ഉള്ള ഒരു ഡ്രഗ് ആണ്. ഓക്കെ. നമ്മൾ ലെവിട്രാസെറ്റം എന്ന് പറഞ്ഞൊരു ഡ്രഗ് കേട്ടിട്ടുണ്ടോ? ലെവിട്രാസെറ്റം. ലെവിട്രാസെറ്റത്തിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് SV2A മോഡുലേറ്റർ. ഓക്കെ. SV2A മോഡുലേറ്റർ. SV2 എന്ന് പറഞ്ഞാൽ സൈനാപ്റ്റിക് വെസിക്കിൾ 2A മോഡുലേറ്റർ.
നമ്മുടെ സൈനാപ്സിന്റെ ഉള്ളിലുള്ള വെസിക്കിളിനെ മോഡുലേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് സൈനാപ്റ്റിക് വെസിക്കിൾ 2A മോഡുലേറ്റർ. ഇത് ചോദിക്കാറുണ്ട്. ഒരു ന്യൂവർ ആന്റി എപ്പിലെപ്റ്റിക്കിൽ വരുന്നതാണ് ലെവിട്രാസെറ്റ്. ഓക്കെ, ലെവിട്രാസെറ്റ്. ഓക്കെ, ലെവിട്രാസെറ്റ് ഇത് പഠിക്കണേ. ഇനി കുറച്ച് സൈഡ് എഫക്ട്സ് നമുക്ക് പഠിക്കേണ്ട കുറച്ച് ഡ്രഗ്സിൽ. ഫെനിറ്റോയിന്റെ സൈഡ് എഫക്ട്സ് എല്ലാവരും അറിഞ്ഞിരിക്കുന്നതാണ്, പ്രത്യേകിച്ച് ഗൈനക്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. ഫെനിറ്റോയിന്റെ സൈഡ് എഫക്ട്സ് എന്ന് പറയാമോ? നമ്മളെപ്പോഴും ഒരു പിക്ചറൊക്കെ നമ്മളിപ്പോ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ജിൻജൈവൽ ഹൈപ്പർപ്ലേസിയ അല്ലെങ്കിൽ ഹൈപ്പർട്രോഫി. ജിൻജൈവൽ ഹൈപ്പർപ്ലേസിയ. അതിന്റെ ഡയഗ്രാം ഒന്ന് അടിച്ചു നോക്കി, നമുക്കപ്പോ ആ ഡയഗ്രാം ഒന്ന് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. ഇങ്ങനെയാണ് കണ്ടത്. നമ്മുടെ ഗംസ് കണ്ട ഗം ഹൈപ്പർട്രോഫി, ഗം ഹൈപ്പർട്രോഫി ആയിട്ടിരിക്കുന്നുണ്ടോ? ഇത് ഫെനിറ്റോയിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ്. പിന്നെ ഫെനിറ്റോയിൻ കഴിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫെനിറ്റോയിൻ കഴിക്കുമ്പോൾ നമുക്ക് ഹെയർ ഗ്രോത്ത് വരാം. അതിനെയാണ് നമ്മൾ ഹെർസ്യൂട്ടിസ് എന്ന് വിളിക്കുക. ഫേഷ്യൽ ഹെയർ ഒക്കെ വരാം, ഫീമെയിൽസിൽ താടി മരിയൊക്കെ വരാം. പിന്നെ നമ്മൾ പഠിക്കേണ്ട സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അസുഖമുണ്ട്, അതിനെ വിളിക്കുന്നതാണ് ഫീറ്റൽ, പ്രഗ്നൻസിയുടെ ടൈമിൽ കൊടുത്തു കഴിഞ്ഞാൽ ഫീറ്റൽ ഹൈഡാൻറ്റോയിൻ സിൻഡ്രോം എന്ന് പറഞ്ഞ പേഷ്യന്റിന് കുട്ടിക്ക് എന്തോ ഒരു ക്ലെഫ്റ്റ് ലിപ്പ്, ക്ലെഫ്റ്റ് പാലറ്റ് ഒക്കെ വരും. So this is contraindicated in pregnancy. This is contraindicated in pregnancy. അല്ലേ? പ്രഗ്നൻസിയിൽ കൊടുക്കാൻ പാടില്ല കേട്ടോ. ഇതുപോലെ നമ്മുടെ എല്ലിന്റെ ബലമൊക്കെ കുറയാം, വൈറ്റമിൻ ഡി അളവ് കുറയാം, അങ്ങനെ കുറെ സൈഡ് എഫക്ട്സ് ഉണ്ട്. പക്ഷെ മെയിൻ ആയിട്ട് ജിഞ്ചൈവൽ ഹൈപ്പർപ്ലേസിയ, ഹെർസ്യൂട്ടിസം, ഫീറ്റൽ ഹൈഡാൻറ്റോയിൻ സിൻഡ്രോം, അതിലെന്താണ് ക്ലെഫ്റ്റ് ലിപ്പും ക്ലെഫ്റ്റ് പാലറ്റും ഒക്കെ വരാം കേട്ടോ. അപ്പൊ പ്രഗ്നൻസിയിൽ ഇത് കൊടുക്കണം. ആരെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ മറന്നുപോകും. അതായത് ചില ഫീമെയിൽസ് ഒക്കെ ഉണ്ട് ഇങ്ങനെ സീഷറിന്റെ ഹിസ്റ്ററിയിൽ കുറെ നാളായിട്ട് ഡ്രഗ് കഴിക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ പ്രഗ്നന്റ് ആയിട്ടും കുറെ മാസങ്ങൾ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടാവില്ല. ഡോക്ടറെ കാണിച്ചാലേ ഈ ഡ്രഗ് മാറ്റുള്ളൂ. അല്ലെങ്കിൽ പേഷ്യന്റ് ഇനീഷ്യൽ ഫ്യൂ മന്ത്സിലൊക്കെ ഇത് കഴിക്കുകയാണെങ്കിൽ പേഷ്യന്റിന് അപ്പോഴാണ് ഓർഗൻ വളരുന്നത് കുട്ടികൾക്ക്. അപ്പൊ ഈ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവാം. ഇപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഇതൊക്കെ എന്താണ്? ഫെനിറ്റോയിന്റെ പ്രശ്നങ്ങളാണ്. ഓക്കെ, വാൽപ്രോയിറ്റിന്റെ സൈഡ് എഫക്റ്റ് എന്താണ്? വാൽപ്രോയിറ്റിന്റെ സോഡിയം വാൽപ്രോയിറ്റ് എന്താണ്? സോഡിയം വാൽപ്രോയിറ്റ്. സോഡിയം വാൽപ്രോയിറ്റ് കഴിക്കുകയാണെങ്കിൽ ഇതേമാതിരി തന്നെ ഫീമെയിൽസ് പ്രഗ്നൻസിയിൽ കോൺട്രാൻഡിക്കേറ്റഡ് ആണ്. ഇതിൽ ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് വരും. എന്താണ് ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ്? ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പൈന ബൈഫിഡ ഒക്കെ, സ്പൈന ബൈഫിഡ ഒക്കെ വരാം. ഇത് ഭയങ്കര ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഈ സോഡിയം വാൽപ്രോയിറ്റും നമ്മുടെ ഫെനിറ്റോയിനും പ്രഗ്നൻസിയിൽ കൊടുക്കാൻ പാടില്ല. ഞാൻ ചെറിയൊരു ടോപ്പിക് കൂടി പറയാം. ഇത് കൂടി ഒരു എമർജൻസി മാനേജ്മെന്റ് നമ്മൾ ചോദിക്കാറുണ്ട്. സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ്. സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ്. സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീഷർ 5 മിനിറ്റിനും കൂടുതൽ നിൽക്കുക. 5 മിനിറ്റിലും കണ്ടിന്യൂസ് ആയിട്ട് കൂടുതൽ ഇങ്ങനെ അപസ്മാരം മാറി വന്നുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഇപ്പൊ ഒരു സീഷർ ഉണ്ടായി, വേറൊരു സീഷർ ഉണ്ടായി, ഇതിന്റെ ഇടയിൽ പേഷ്യന്റിന് കോൺഷ്യസ്നെസ് തിരിച്ചു വന്നില്ല. നോ റീഗെയിൻ ഓഫ് കോൺഷ്യസ്നെസ്. നോ റീഗെയിൻ ഓഫ് കോൺഷ്യസ്നെസ് ബിറ്റ്വീൻ 2 എപ്പിസോഡ്സ്. ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എൻ എമർജൻസി. 5 മിനിറ്റിലും കൂടുതൽ നിൽക്കുവാണെങ്കിലും 2 സീഷറിന്റെ ഇടയിൽ പേഷ്യന്റിന് ബോധം ഇടയിൽ വന്നില്ലെങ്കിലും ഇറ്റ് ഇസ് നോൺ എസ് സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ്. ഇതിന്റെ ട്രീറ്റ്മെന്റ് നമ്മൾ ചോദിക്കാറുണ്ട്. ഇത് പഠിക്കാനായിട്ട് ആക്ച്വലി എളുപ്പമാണ്. സ്റ്റെപ്പ് 1, ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എയർവേ ബ്രീത്തിങ് എല്ലാം ശരിയാക്കണം. പേഷ്യന്റിനെ നല്ല റെയിലുള്ള ബെഡിൽ കിടത്തണം, അല്ലെങ്കിൽ പേഷ്യന്റ് മറിഞ്ഞു വീണ് പോകാം, ഇഞ്ചുറി വരാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ട ഡ്രഗ് ഓഫ് ചോയ്സ് ആണ് ലോറാസെപ്പം. ഫസ്റ്റ് ലോറാസെപ്പം കൊടുത്തു നോക്കും. ഇത് ശരിയായില്ലെങ്കിൽ നമ്മൾ പോസ്റ്റ് ഫെനിറ്റോയിനോ കൊടുത്തു നോക്കും. ഫെനിറ്റോയിൻ കൊടുക്കും. ഇത് കഴിഞ്ഞിട്ടും പേഷ്യന്റിന് സീഷർ നിന്നില്ലെങ്കിൽ, ഇത് കൊടുത്തിട്ടും നിന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ കൊടുക്കുന്നതാണ് ഫീനോബാർബിറ്റോൺ. ഇത് ഇപ്പൊ എന്തായി? സ്റ്റെപ്പ് 1 കഴിഞ്ഞു, സ്റ്റെപ്പ് 2 കഴിഞ്ഞു, സ്റ്റെപ്പ് 3 കഴിഞ്ഞു. സോറി, ഓക്കെ, സ്റ്റെപ്പ് 3 പറഞ്ഞ മാതിരി ഇത് കൊടുത്തിട്ടും നമ്മൾ കുറഞ്ഞില്ലെങ്കിൽ പേഷ്യന്റിന് നമ്മൾ ജനറൽ അനസ്തീഷ്യ കൊടുക്കണം.
അതായത് ഇൻറ്റുബേറ്റ് ചെയ്യണം. പേഷ്യന്റ് ഇൻറ്റുബേറ്റ് ചെയ്തിട്ട് സെഡേറ്റ് ചെയ്യണം. അതിന് നമ്മൾ കീറ്റമിൻ കൊടുക്കാം, പ്രൊപ്പോഫോൾ ഒക്കെ കൊടുക്കാം കേട്ടോ. ജനറൽ അനസ്തെറ്റിക് ആണ്. ഫസ്റ്റ് എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഡ്രഗ് കൊടുക്കേണ്ടത് എന്താണ്? ലോറാസെപ്പം 0.1 mg സ്ലോ IV കൊടുക്കണം. അത് കൊടുത്തിട്ട് ക്യൂർ ആയില്ലെങ്കിൽ പേഷ്യന്റ് എന്ത് കൊടുക്കണം? ഫോസ്ഫെനിറ്റോയിൻ കൊടുക്കണം, അല്ലെങ്കിൽ ഫെനിറ്റോയിൻ കൊടുക്കണം 20 mg/kg IV. അത് കൊടുത്തിട്ടും കുറവില്ലെങ്കിൽ ഫീനോബാർബിറ്റോൺ കൊടുക്കണം 10 mg/kg IV. ഇതും കൊടുത്തിട്ട് കുറവില്ലെങ്കിൽ നമ്മൾ പിന്നെ നമ്മൾ ഒന്നും നോക്കരുത്, പേഷ്യന്റിനെ അപ്പൊ തന്നെ ഇൻറ്റുബേറ്റ് ചെയ്തിട്ട് കീറ്റമിനും പ്രൊപ്പോഫോളും കൊടുത്തിട്ട് ഇൻറ്റുബേറ്റ് ചെയ്യണം. കേട്ടോ? ക്ലിയർ ആണോ? Yes, sir. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ ടോപ്പിക്സിൽ? സാർ പ്രഗ്നൻസിയിൽ സീഷർ വന്നപ്പോ എന്ത് ഡ്രഗ് കൊടുക്കും സാർ? പ്രഗ്നൻസിയിൽ സീഷർ വരുന്നത് എന്ത് കാരണം കൊണ്ടാണെന്ന് നമ്മൾ നോക്കണം. നമുക്ക് പ്രഗ്നൻസിയിൽ സീഷർ വന്ന് ലോറാസെപ്പം കൊടുക്കാം കൺട്രോൾ ചെയ്യാനായിട്ട്. കൺട്രോൾ ചെയ്യാൻ ഫസ്റ്റ് എപ്പിസോഡ് വരുന്നത്. പ്രഗ്നൻസിയിൽ സീഷർ വരുന്ന വേറൊരു കണ്ടീഷൻ ഉണ്ട്, പ്രഷറൊക്കെ കൂടി സീഷർ വരുന്ന കണ്ടീഷൻ. അതിന്റെ പേരെന്താണ് വിളിക്കുക? Preeclampsia. ഓക്കെ. എക്ലാംസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീനൂറിയും ഹൈപ്പർ ടെൻഷനും ഉണ്ടാവുള്ളൂ. എന്താണ്? പ്രോട്ടീനൂറിയ, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവുള്ളൂ. പക്ഷെ എക്ലാംസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എൻ എമർജൻസി. എക്ലാംസിയ എന്ന് പറഞ്ഞാൽ സീഷറാണ്. ഓക്കെ. പ്രീ എക്ലാംസിയയിൽ BP കുറയ്ക്കാനുള്ള കുറച്ച് ഡ്രഗ്സ് ഉണ്ട്. എക്ലാംസിയയിൽ കൊടുക്കുന്ന ഡ്രഗ്സ് വേറെയാണ്. എക്ലാംസിയയിൽ നമ്മൾ മഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കാറില്ലേ? മഗ്നീഷ്യം സൾഫേറ്റ്. ഓക്കെ. മഗ്നീഷ്യം സൾഫേറ്റ് ഇൻഫ്യൂഷൻ ആയിട്ട് ഇടാറുണ്ട്. ഓക്കെ. ഇപ്പോൾ ഫസ്റ്റ് ആയിട്ടാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യേണ്ടത് ലോറാസെപ്പം കൊടുക്കാം, കുഴപ്പമില്ല. പിന്നെ പേഷ്യന്റ് ഓൾറെഡി കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഫെനിറ്റോയിനോ നമ്മുടെ വാൽപ്രോവേറ്റോ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം. ഇത് ആക്ച്വലി ന്യൂറോളജിസ്റ്റ് ആണ് നോക്കിയിട്ട് ചെയ്യുന്നത്. ടെറട്ടോജോണിക് അല്ലാത്ത ഏത് ഡ്രഗ് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ നമ്മൾ അതിന്റെ ക്ലാസ് നോക്കണം, പ്രഗ്നൻസിയിൽ സേഫ് ക്ലാസ്. ഇത് രണ്ടും എന്തായാലും കൊടുക്കാൻ പറ്റില്ല, സ്ട്രിക്ട്ലി നോട്ട് പോസിബിൾ. ഓക്കെ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir.